നമസ്കാരം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി പിരിമുറുക്കം വീണ്ടും യുദ്ധത്തിന്റെ വക്കിലേക്ക് എത്തുകയാണോ? ലഷ്കർ ഇ തോയ്ബയുടെ മർക്കസ് തൈബ ആസ്ഥാനം ഓപ്പറേഷൻ സിന്ദൂരിൽ തകർന്നതിനു ശേഷം പാക് സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെ പുനർനിർമ്മാണം ആരംഭിച്ചിരിക്കുന്നു. ഇത് ഭീകരവാദത്തിന്റെ പുതിയ അധ്യായമാണോ, അതോ വീണ്ടും യുദ്ധത്തിന്റെ മുന്നോടിയോ? അതിർത്തിയിലെ ഈ സംഘർഷാവസ്ഥയെ സൈനിക നടപടികൾ മാത്രം ഉപയോഗിച്ച് പരിഹരിക്കാൻ സാധിക്കുമോ? എന്താകും ഇനി ഇന്ത്യയുടെ പ്രതികരണം? പാകിസ്ഥാന് ഭീകരവാദത്തിന് നേരിട്ട് സാമ്പത്തിക സഹായം നൽകുന്നുവെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടായിരിക്കും? അതിർത്തിയിലെ ഈ സംഘർഷാവസ്ഥയെ സൈനിക നടപടികൾ മാത്രം ഉപയോഗിച്ച് പരിഹരിക്കാൻ സാധിക്കുമോ, അതോ നയതന്ത്രപരമായ സംഭാഷണങ്ങൾക്ക് ഇനി എന്ത് പ്രസക്തിയാണുള്ളത്? വീണ്ടും വെടിമരുന്ന് മണക്കുന്നുണ്ടോ അതിർത്തി? പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. നമുക്കൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകരായ ഡോക്ടർ മോഹൻ വർഗീസ്, ശ്രീജിത്ത് പണിക്കർ, വിദേശകാര്യ വിദഗ്ധൻ എം ഷിനാസ്, ഒപ്പം പ്രതിരോധ വിദഗ്ധൻ രഘു ചൈതന്യ. 4 പേർക്കും പാനലിലേക്ക് സ്വാഗതം. ആദ്യം ഡോക്ടർ മോഹൻ വർഗീസ്, പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂറിനു ശേഷം പതിയിരിക്കുന്ന ഒരു ഹിംസ്ര ജന്തുവിനെ പോലെ എന്ത് തന്ത്രത്തിലേക്ക് വരും എന്ന് ഒരുപക്ഷെ പലതവണ നമ്മൾ ഈ ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് താൽക്കാലികമായിരിക്കും, അപ്പുറത്തെ അയൽവാസി അങ്ങനെ പെട്ടെന്ന് അടങ്ങിയിരിക്കുന്ന കൂട്ടത്തിലല്ല. പക്ഷേ ഇത്തവണ ഒരു പടി കൂടി മുന്നിൽ കടന്നുകൊണ്ട് പാകിസ്ഥാൻ നിലപാടെടുക്കുകയാണോ എന്ന് സംശയിക്കുന്ന രീതിയിൽ ഒരു ദുരിതാശ്വാസ സഹായം പോലും വഴിവിട്ട് ചിലവഴിച്ചുകൊണ്ട് പാകിസ്ഥാൻ വീണ്ടും ലഷ്കർ ഇ തോയ്ബയെ ഉയർത്തിപ്പൊക്കിക്കൊണ്ടുവരുന്നു. ആദ്യ ചോദ്യം, ഈ ആശങ്ക അതിർത്തിയിൽ എത്രത്തോളമുണ്ട് എന്ന് തന്നെയാണ്. അതൊരു മറ്റൊരു യുദ്ധത്തിന്റെ സൂചനയാണ്. ആശങ്ക തീർച്ചയായും പാരമ്യത്തിലെത്തി നിൽക്കുന്നു. കാരണം ഇന്ത്യയുടെ ഒരു പ്രഖ്യാപിത നിലപാടുണ്ട്. അതിർത്തി കടന്നു വരുന്ന ഭീകരതയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ അതിർത്തി കടന്ന് ചെന്ന് തന്നെ ആക്രമിച്ച് കീഴടക്കും, ആ കേന്ദ്രങ്ങൾ അവസാനിപ്പിക്കും എന്ന ഒരു ശാസന, ഉഗ്രമായ ഒരു ശാസന ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ട്. മാത്രമല്ല 2-3 ആവർത്തി അത് തെളിയിച്ചതുമാണ് ചരിത്രത്തിൽ, സമീപകാല ചരിത്രത്തിൽ അത് തെളിയിച്ചതുമാണ്. അങ്ങനെയെങ്കിൽ ലഷ്കർ ഇ തോയ്ബയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മൊറിഡ്ഖയിലെ മർക്കസ് തൈബ, ആ തൈബയിൽ 3 പ്രധാന കെട്ടിട സമുച്ചയങ്ങളുണ്ട്. ഒന്ന് റെഡ് കോംപ്ലക്സ്, അതവിടെയാണ് ആയുധ സന്നാഹങ്ങളുള്ളത്, ആയുധങ്ങൾ സ്വരൂപിച്ച് വെക്കുന്നത്. യെല്ലോ കോംപ്ലക്സ്, അവിടെയാണ് ട്രെയിനിങ് ഫെസിലിറ്റീസ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കോംപ്ലക്സിൽ റെസിഡൻഷ്യൽ സംവിധാനങ്ങൾ, 1000-ഓളം പേർക്ക് താമസിച്ച് പഠിക്കാനുള്ള സംവിധാനങ്ങൾ. അതാണ് മർക്കസ് തൈബയുടെ പ്രത്യേകത. അത് ഏതാണ്ട് പൂർണ്ണമായി ഡീഫങ്ക്ട് ആയിരിക്കുന്നു. ഇന്ത്യയുടെ മെയ് മാസം 7-ാം തീയതി നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ അനുസരിച്ച് നടത്തിയ ആക്രമണത്തിൽ ആ ഇൻഫ്രാസ്ട്രക്ചർ ഈസ് ടോട്ടലി ഡെസിമേറ്റഡ്. അങ്ങനെയെങ്കിൽ അത് വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്യുമോ എന്നതായിരുന്നു ഏവരും ഉറ്റുനോക്കിയിരുന്നത്. ഇവിടെ ഒരു ഡിമോളിഷൻ ഡ്രൈവ് ആയിരുന്നു. ഓഗസ്റ്റ് മാസം മുഴുവൻ ഏതാണ്ട് ഒരു ഡിമോളിഷൻ ഡ്രൈവാണ്. അവിടെ അവശേഷിച്ച കെട്ടിടങ്ങളെയൊക്കെ ഇടിച്ച് നിരത്തുന്ന തിരക്കിലായിരുന്നു പാകിസ്ഥാൻ. പക്ഷേ ഈ മാസം 7-ാം തീയതി, സെപ്റ്റംബർ മാസം 7-ാം തീയതി റീകൺസ്ട്രക്ഷൻ ആരംഭിച്ചു. ഡിസ്ട്രോയ് ചെയ്ത കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കാനുള്ള ഒരു തീരുമാനം പാകിസ്ഥാൻ എടുക്കുകയും ഗവൺമെൻറ് ഫണ്ടിങ്ങിനെ കുറിച്ച് ഒരു സെക്യൂരിറ്റി, ഒരു ഇൻ്റലിജൻസ് ഡോസിയർ ഇപ്പോൾ പുറത്തു വരികയും അതിപ്പോൾ പബ്ലിക് ഡിബേറ്റിലേക്ക് വരികയാണ്. ആ ഇൻ്റലിജൻസ് ഡോസിയർ അനുസരിച്ച്, ആ രേഖകൾ അനുസരിച്ച് പാകിസ്ഥാൻ ₹4 crore, അതൊരു ചെറിയ തുകയായിരിക്കാം, പക്ഷേ പാകിസ്ഥാൻ ഗവൺമെൻറ് ഒരു സീഡ് മണി എന്ന രൂപത്തിൽ ഈ 4 കോടി പാകിസ്ഥാൻ രൂപ, അത് ഏതാണ്ട് 1.5 കോടി ഇന്ത്യൻ രൂപ വരും. അത് കണക്കിൽ പറയുമ്പോൾ അത് വലിയൊരു തുകയൊന്നുമല്ല, പക്ഷേ അതൊരു സിംബോളിക് എമൗണ്ട് ആണ്. ആകെ 15 കോടി പാകിസ്ഥാൻ രൂപയ്ക്കുള്ള റീകൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസാണ് അവിടെ നടക്കുന്നത്. അതിനുള്ള തുക കണ്ടെത്താൻ മുൻകാലത്തെ പോലെ തന്നെ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ലഷ്കർ ഇ തോയ്ബ കേന്ദ്രങ്ങൾ ഉപയോഗിക്കുന്ന മാർഗം ദുരിതാശ്വാസ നിധിയിൽ നിന്നുമാണ്. പാകിസ്ഥാൻ ഗവൺമെൻറ് അല്ല, മറിച്ച് ലഷ്കർ ഇ തോയ്ബയുടെ ഫ്രോണ്ടൽ ഓർഗനൈസേഷൻ, ജമായത്ത് ദുവ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇവിടെ വെള്ളപ്പൊക്കം, മറ്റുള്ള പ്രകൃതി ദുരന്തങ്ങൾ, ഇതിനെല്ലാം ഒരു പരിഹാരമെന്ന നിലയിൽ പൊതുജനങ്ങളിൽ നിന്നും സ്വീകരിക്കുന്ന ദുരിതാശ്വാസ ധനസഹായം ഡൈവേർട്ട് ചെയ്ത് ലഷ്കർ ഇ തോയ്ബയുടെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അവിടെ പാകിസ്ഥാൻ സ്റ്റേറ്റിൻ്റെ നേരിട്ടുള്ള ഒബ്സർവേഷനിലാണ് ഇതെല്ലാം നടക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് വരുന്നു. ദ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ഹാസ് എ പോളിസി, എ ഡിക്ലെയർഡ് പോളിസി ടു എലിമിനേറ്റ് ക്രോസ് ബോർഡർ ടെറർ. അത് എലിമിനേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി
ടെറർ കേന്ദ്രങ്ങളെ മാത്രമല്ല, ടെറർ കേന്ദ്രങ്ങളെ നട്ട് നനച്ച് വളർത്തുന്ന കേന്ദ്രങ്ങളെയും അത് ഗവൺമെൻറ്റാണ്, അത് പാകിസ്ഥാൻ സൈന്യമാണ്, പാകിസ്ഥാൻ്റെ ISI ആണ്. അവരെയും ആക്രമിക്കുക, അവരെയും അവസാനിപ്പിക്കുക എന്ന ഇന്ത്യയുടെ നയം അത് എത്രത്തോളം മുന്നോട്ട് പോകും? ഇവിടെ അപർണ ഇൻട്രോയിൽ സൂചിപ്പിച്ച 2 ഓപ്ഷൻസ് ആണ്. ഒന്ന് ഡിപ്ലോമാറ്റിക് ഓപ്ഷൻസ്, 2 മിലിറ്ററി ഓപ്ഷൻസ്. സാധാരണ നയതന്ത്ര ഓപ്ഷൻ പരാജയപ്പെടുന്നിടത്താണ് മിലിറ്ററി ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഇവിടെ നയതന്ത്രം പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുന്നു. ടോക്സ് ഒന്നും തന്നെ നടക്കുന്നില്ല, ബോർഡർ ടോക്സ് നടക്കുന്നില്ല, മറ്റ് വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള ഇൻഡോ പാക് ചർച്ചകളൊന്നും തന്നെ സമീപ ഭൂതകാലത്ത് നടന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ ഏക പരിഹാരം സായുധ പരിഹാരം മാത്രമാണോ? ഡോക്ടർ മോഹൻ വർഗീസ്, ആ വാക്കിൽ അതാണെങ്കിൽ ഇതൊരു സർജിക്കൽ സ്ട്രൈക്കാണ് നടത്തിയത്. ലഷ്കർ ഇ തോയ്ബയുടെ ഈ ആസ്ഥാനം തകർത്തത് ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു. അങ്ങനെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിടത്താണ് ഇന്ത്യ ഒരുപക്ഷെ പരിഹസിച്ചുകൊണ്ടോ വെല്ലുവിളിച്ചുകൊണ്ടോ ഇത് വീണ്ടും കെട്ടിപ്പോകുന്നത്. അപ്പോൾ ഇതുവരെ പോന്ന പ്രതിരോധ ആക്രമണങ്ങൾ, ഡിഫൻസ് മതിയാകില്ല എന്നുകൂടിയില്ലേ? അതിൻ്റെ പിന്നിൽ അമേരിക്കൻ ആംഗിൾ ഇവിടെയാണ്. ദി പിക്ചർ ബിക്കംസ് ദ മർക്കി. എന്തുകൊണ്ട് പാകിസ്ഥാൻ കഴിഞ്ഞ 1 മാസമായി അല്ലെ 1.5 മാസമായി മാറി ചിന്തിക്കുന്നു? അതിന് പിന്നിൽ ചൈനയോടുള്ള ഓവർ ഡിപ്പെൻഡൻസ് കുറച്ചുകൊണ്ടുവരികയും അമേരിക്കയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സമയമായിരുന്നു കഴിഞ്ഞ 1.5 മാസം. ഈ വ്യാപാര യുദ്ധത്തിൻ്റെ സൈഡ് ലൈനിൽ സംഭവിച്ചതെന്തെന്നാൽ പാകിസ്ഥാൻ മിലിറ്ററി ജനറൽ അസിം മുനീർ അല്ലെങ്കിൽ ഫീൽഡ് മാർഷൽ പദവി കൈവശപ്പെടുത്തിയ അസിം മുനീർ 2 പ്രാവശ്യമാണ് കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ അമേരിക്ക സന്ദർശിച്ചതും ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്തിയതും. അതുകൊണ്ട് പാകിസ്ഥാൻ സൈന്യത്തിനോട് നേരിട്ട് ഇടപെടുന്ന അമേരിക്ക അതൊരു മാറിയ സ്റ്റാൻഡാണ്. അങ്ങനെയെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടന ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച ലഷ്കർ ഇ തോയ്ബയെ ഇപ്പോൾ വെള്ളപൂശാൻ അമേരിക്ക ശ്രമിക്കുമോ? അത് പരസ്യമായി അങ്ങനെ ചെയ്യാനാവില്ല. പാകിസ്ഥാനാണ് ബിൻ ലാഡൻ അഭയം കൊടുത്തത് എന്നോർക്കുക. ഒസാമ ബിൻ ലാദന് പാകിസ്ഥാൻ മണ്ണായ അബട്ടബാദിൽ അഭയം കൊടുത്ത് അമേരിക്കൻ മെറീനുകൾ അവിടെ എത്തി വധിക്കുന്നതൊക്കെ പ്രശസ്തമായ ഒരു മുൻകാല ചരിത്രമാണ്. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് അമേരിക്ക മാറിയ ജിയോ പൊളിറ്റിക്കൽ ഇക്വേഷൻസിൽ പാകിസ്ഥാനെ സർവ്വ പിന്തുണയും, സൈനികമായ പിന്തുണയല്ല, മറിച്ച് ഇങ്ങനെ ഒരു നയതന്ത്രപരമായ ഒരു കാര്യം അമേരിക്കയിൽ ബോധിപ്പിക്കാനായി ചെന്ന ശശി തരൂരിൻ്റെ വാക്കുകൾ വൃഥാവിലാവുമോ? നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചത് പാശ്ചാത്യ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് അമേരിക്കൻ കോണ്ടിനെൻറ്റിലെ രാജ്യങ്ങളിൽ, അതുപോലെ യൂറോപ്യൻ കോണ്ടിനെൻറ്റിലെ രാജ്യങ്ങളിൽ പോയി കാര്യം അറിയിക്കുക എന്നതാണ്. ഇത്രയെല്ലാം എഫേർട്ട്, ഡിപ്ലോമാറ്റിക്കലി എഫേർട്ട് എടുക്കുന്നു, MP-മാരെ വിട്ടുകൊണ്ട് രാജ്യാന്തര സമൂഹത്തോട് കാര്യങ്ങൾ പറയുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷവും വീണ്ടും പാകിസ്ഥാൻ ഇതുമായി കലാപരിപാടിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ വാട്ട് ഈസ് ദ ഓപ്ഷൻ അവൈലബിൾ? ദ ഓൺലി ഓപ്ഷൻ ഈസ് മിലിറ്ററി ഓപ്ഷൻ അവൈലബിൾ. അത് ഏത് സമയമാണ് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ, അതോ ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുമോ, അതോ കൺസ്ട്രക്ഷൻ നിർത്തിവെക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി ആലോചിച്ച് കണ്ടുപിടിക്കേണ്ട. അതായത് ഡോക്ടർ മോഹൻ ഒരു കാര്യമുണ്ട്. അപ്പം ലഷ്കറിന് സാമ്പത്തിക പിന്തുണ ISIയും പാക് സൈന്യവും ചേർന്ന് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ബ്രെയിൻ അമേരിക്കയുമുണ്ട് എന്നുകൂടിയാണ്. പിന്നിൽ അമേരിക്കയുടെ ഏതെങ്കിലും ഒരു വൻ ശക്തിയുടെ ഈ നേരിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന് തെളിയിക്കാനുള്ള രേഖകളൊന്നും തന്നെ ഉണ്ടാവില്ല. കാരണം അമേരിക്കൻ CIA വർക്ക് ചെയ്യുന്ന വളരെ ക്ലാൻഡസ്റ്റൈൻ ഓപ്പറേഷൻസ് ആണ്. ഇവിടെ ഇന്ത്യയുമായി ഒരു വിലപേശൽ നടക്കുന്നു വ്യാപാര രംഗത്ത്. ഇവിടെ പരമാവധി ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുക. ഇപ്പോൾ ഇന്ത്യ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഈ തീവ്രവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആഗോള ഭീകരതയ്ക്കെതിരെയുള്ള അമേരിക്കയുടെ പോരാട്ടം, അത് ഇന്ത്യയുടെ കൂടെ പോരാട്ടമാണ്. ഇവിടെ കൺവേർജൻസ് ഓഫ് ഇൻട്രസ്റ്റ്, അമേരിക്കൻ ആൻഡ് ഇന്ത്യൻ ഇൻട്രസ്റ്റ് അത് സംഭവിക്കുന്നു. പക്ഷേ അതുപോലും തൃണവൽഗണിച്ചുകൊണ്ട് ഭീകരതയെ നട്ടുനനച്ച് വളർത്തുന്ന രാജ്യമായ പാകിസ്ഥാന്റെ ചെയ്തികളെ കണ്ടില്ല എന്ന് നടിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത് എങ്കിൽ തീർച്ചയായും ഡിപ്ലോമാറ്റിക് ഒരു ഡിസാസ്റ്റർ തന്നെയായിരിക്കും അത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ തിരികെത്താം. ശ്രീ AM ഷിനാസ, ഡിപ്ലോമാറ്റിക് ഡിസാസ്റ്റർ എന്നൊരു വാക്കിൽ നിർത്തുന്നു. അതായത് ഇനി ഈ നയതന്ത്ര സംഭാഷണങ്ങൾക്ക് ഇനി പ്രസക്തിയില്ല. ഇപ്പോഴുള്ള പ്രതിരോധ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ആ നീക്കങ്ങളിൽ പോലും കടുത്ത നീക്കത്തിലേക്ക് ഇന്ത്യ കടക്കേണ്ടി വരും. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലൊരു ഡിപ്ലോമാറ്റിക് കോൺവെർസേഷന് ഇനി ചാൻസ് ഉണ്ട്, അവിടെ ഒരു സ്പേസ് ഉണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇന്ത്യയും പാകിസ്ഥാനും മാത്രമല്ല അമേരിക്ക പോലും ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടാകാം എന്നുള്ളൊരു വിലയിരുത്തൽ പോലും ഇതിനകത്ത് വരുമ്പോൾ ഡിപ്ലോമാറ്റിക് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം 7 സംഘത്തെ വ്യത്യസ്ത രാജ്യങ്ങളിലേക്കായി 10-35 രാജ്യങ്ങളിലേക്കായി നമ്മൾ വിട്ടു. അതിൽ അമേരിക്കയും ഉണ്ടായിരുന്നു. അത് പാകിസ്ഥാൻ പഹൽഗാം ആക്രമണത്തിൽ മാത്രമല്ല, പാകിസ്ഥാൻ തുടർന്നു വരുന്ന അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനത്തെ തുറന്നു കാണിക്കാൻ കൂടിയായിരുന്നു. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞു. പിന്നെ ജൂൺ മാസത്തിൽ
ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ച് 4 ദിവസം കഴിഞ്ഞപ്പോൾ അസീം മുനീർ വൈറ്റ് ഹൗസിൽ ഓവൽ ഓഫീസിലെത്തുന്നു. അത് അസീം മുനീർ സ്വയം നിശ്ചയിച്ചു പോയതായിരിക്കില്ല. അസീം മുനീറിനെ വൈറ്റ് ഹൗസ് വിളിപ്പിച്ചതായിരിക്കാൻ വഴിയുള്ളൂ. കാരണം യുദ്ധം തുടങ്ങി ഇറാൻ ഇസ്രായേൽ 4 ദിവസം കഴിഞ്ഞു. പാകിസ്ഥാൻ വളരെ തന്ത്രപ്രധാനമായ സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പൊ പാകിസ്ഥാന്റെ കൂടി വ്യോമതാവളങ്ങൾ ആവശ്യമായി വന്നേക്കാം എന്ന ഒരു ഘട്ടത്തിലായിരിക്കാം അസീം മുനീർ ക്ഷണിക്കപ്പെട്ടത്. പിന്നീട് സെൻകോം മേധാവിയുടെ വിരമിക്കൽ ചടങ്ങിന് അസീം മുനീർ പോയിരുന്നു. അന്നാണ് ഇന്ത്യക്കെതിരെ ആണവ യുദ്ധ ഭീഷണി അദ്ദേഹം അമേരിക്കൻ മണ്ണിൽ വെച്ച് ഒരു പാക് യോഗത്തിൽ വെച്ച് മുഴക്കിയത്. അപ്പൊ അസീം മുനീർ 2 പ്രാവശ്യം അമേരിക്കയിൽ പോയി. അമേരിക്കയിൽ ട്രംപ് ഓവൽ ഓഫീസിൽ അദ്ദേഹത്തിന്റെ കൂടെ ഉച്ചഭക്ഷണം കഴിച്ചു. മാത്രമല്ല ഒരു രാഷ്ട്രത്തലവന് നൽകപ്പെടുന്ന സ്വീകരണമാണ് അമേരിക്കയിൽ വൈറ്റ് ഹൗസിൽ അദ്ദേഹത്തിന് ലഭിച്ചത്. അപ്പോൾ ഈ 2 തവണയും അസീം മുനീർ പോയപ്പോൾ 4 കാര്യങ്ങൾ അമേരിക്കക്ക് ഉറപ്പ് നൽകിയിരുന്നു. ഒന്ന്, പാകിസ്ഥാന്റെ എണ്ണ പ്രകൃതി വാതക നിക്ഷേപം. അതാണ്. അത് ജോൺ ബോൾട്ടൺ പഴയ സുരക്ഷാ ഉപദേഷ്ടാവ് പറഞ്ഞത് പാകിസ്ഥാന്റെ എണ്ണ പ്രകൃതി വാതക നിക്ഷേപത്തെ പറ്റി അത് അമേരിക്കക്ക് വാഗ്ദാനം നൽകുകയാണ്. ട്രംപ് പോലും പറഞ്ഞില്ലേ ഇന്ത്യ ഇനി ഭാവിയിൽ പാകിസ്ഥാനിൽ നിന്ന് എണ്ണ വാങ്ങേണ്ടി വരും എന്നുള്ളത്. ഇപ്പൊ ജോൺ ബോൾട്ടൺ പറഞ്ഞത് പാകിസ്ഥാനിലെ എണ്ണ പ്രകൃതി വാതക നിക്ഷേപത്തെ കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ പാകിസ്ഥാൻകാർ പോലും അത്ഭുത പരതന്ത്രരായി എന്നാണ്. പാകിസ്ഥാൻ പെട്രോളിയം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കനുസരിച്ച് 2019 പ്രതിദിനം ഏതാണ്ട് 84,000 ബാരൽ എണ്ണയാണ് പാകിസ്ഥാൻ ഉത്പാദിപ്പിച്ചത്. 2025 അത് കുറയുമെന്നാണ് കരുതുന്നത്. ഈ 64,000 ബാരലെ ഉത്പാദിപ്പിക്കാൻ പറ്റൂ എന്നാണ് പറയുന്നത്. പിന്നെ രണ്ടാമത് അസീം മുനീർ നൽകിയ മറ്റൊരു വാഗ്ദാനം പാകിസ്ഥാനിലെ പ്രത്യേകിച്ച് ബലൂചിസ്ഥാൻ മേഖലയിലെ അപൂർവ ഭൂമി ധാതുക്കൾ മൂലകങ്ങൾ, അത് അമേരിക്കക്ക് ചൈനയുടെ കുത്തകയുള്ള ഒരു മേഖലയാണത്. പിന്നെ ഏറ്റവും കൂടുതലുള്ളത് ഡോൺബാസ്, ആ മേഖലയിലാണ്. റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുന്ന ആ മേഖലയിൽ പാകിസ്ഥാനിലും ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ ഉത്പാദനം ആരംഭിക്കാൻ 2028 ആവും. അതിന്റെ സാങ്കേതിക വിദ്യ, നിക്ഷേപം ഒക്കെ ആയിട്ട് വലിയ തുക മുടക്കേണ്ടി വരും. ആ സാങ്കേതിക വിദ്യ പാകിസ്ഥാൻ ഇല്ലതാണ്. മൂന്നാമതായി ക്രിപ്റ്റോ കറൻസി പദ്ധതിക്ക് അനുമതി നൽകിയെന്നാണ്. ട്രംപിന്റെ കുടുംബവുമായി ബന്ധമുള്ള ഒരു വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ ക്രിപ്റ്റോ കറൻസി പ്രൊജക്ട് ഉണ്ട്. അതുമായി ആണ് പാകിസ്ഥാൻ ക്രിപ്റ്റോ എന്ന് വെച്ചാൽ ഈ സാമ്പത്തിക പരാധീനതയിൽ രക്ഷപ്പെടാൻ ക്രിപ്റ്റോ കറൻസിയിൽ ഒപ്പുവെച്ചതെന്നൊക്കെയാണ് വാർത്തകൾ വന്നത്. പാകിസ്ഥാൻ ഇപ്പോൾ IMFന്റെ സഹായത്തിൽ മാത്രം മുന്നോട്ട് നീങ്ങുന്ന രാജ്യമാണ്. നാലാമതായി ട്രംപിന് നൊബേൽ സമ്മാനത്തിന്, സമാധാനത്തിന്റെ പാകിസ്ഥാൻ പിന്തുണ അറിയിച്ചു എന്നുമാണ്. ആ രീതിയിൽ ഈ ജോൺ ബോൾട്ടൺ തന്നെ ട്രംപിന്റെ ആദ്യ ടേമിൽ സുരക്ഷാ ഉപദേഷ്ടാവായിരുന്ന ജോൺ ബോൾട്ടൺ തന്നെ പറഞ്ഞത് ട്രംപ് ജീവിക്കുന്നത് താൻ നിർമ്മിച്ച ഒരു സങ്കല്പ ലോകത്തിലാണ് എന്നാണ്. അപ്പോ ഈ രീതിയിൽ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് അത് അസീം മുനീർ പാകിസ്ഥാനിൽ പോകുന്നു, വീണ്ടും പാകിസ്ഥാനിലല്ല അമേരിക്കയിൽ പോകുന്നു, വീണ്ടും അമേരിക്കയിൽ പോകുന്നു. അപ്പോൾ നമ്മുടെ നയതന്ത്ര നീക്കങ്ങൾക്ക് കാര്യമായ ചലനമുണ്ടാക്കാൻ അമേരിക്കയിൽ പറ്റിയിട്ടില്ല, ട്രംപിന്റെ അമേരിക്കയിൽ പറ്റിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിന്റെ കൂടി ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. പിന്നെ പാകിസ്ഥാന്റെ ഒരു സ്റ്റേറ്റ് പോളിസിയാണ് ഈ ഭീകരവാദത്തെ വളർത്തുകയും പോഷിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നത്. കാരണം പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തിന്റെ സ്വത്വം, ഐഡന്റിറ്റി, അതിന്റെ സ്വത്വ നിർമ്മിതി തന്നെ നടന്നിരിക്കുന്നത് ഇന്ത്യ വിരുദ്ധതയിൽ. അതുകൊണ്ട് കാശ്മീർ പ്രശ്നം എല്ലാ കാലത്തും ലൈവായിട്ട് നിലനിർത്തേണ്ടത് ഇന്ത്യക്കെതിരെ 1000 വെട്ടുകൊണ്ട്, അങ്ങനെയാണല്ലോ അവരുടെ പദ്ധതി. ഒറ്റയടിക്ക് ഇന്ത്യയുമായി പാകിസ്ഥാന് ഒരിക്കലും ഒരു കൺവെൻഷണൽ വാറിൽ, ഒരു സാമ്പ്രദായിക യുദ്ധത്തിൽ ജയിക്കാൻ പറ്റുകയുമില്ല. മാത്രമല്ല ഒരു ആണവ യുദ്ധ ഭീഷണിയാണെങ്കിൽ പിന്നെ പാകിസ്ഥാൻ എന്ന രാജ്യം ഭൂപടത്തിൽ ഉണ്ടാവുകയുമില്ല. അവരിങ്ങനെ ഭീഷണി മുഴക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ പാകിസ്ഥാൻ തീവ്രവാദത്തെ, ഭീകരവാദത്തെ അവര് കഴിഞ്ഞ 35 കൊല്ലമായി വളർത്തി പോഷിപ്പിച്ച്
ഇന്ത്യക്കെതിരെ തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ പാകിസ്ഥാനിൽ തന്നെ ട്രംപിന്റെ അടുത്ത് പോയപ്പോ ബലൂച്ച് സംഘടനകളെ ഭീകര സംഘടനകളായി ട്രംപിനെ കൊണ്ട് പ്രഖ്യാപിക്കുന്നതിൽ അസീം മുനീർ വിജയിച്ചു. അപ്പോ പാകിസ്ഥാനിൽ തന്നെ ബലൂച്ച് സംഘടനകൾ ബലൂചിസ്ഥാന്റെ സ്വയംഭരണത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള സായുധ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ പാകിസ്ഥാനിൽ തന്നെയുള്ള തെഹ്രീക്ക് താലിബാൻ അവിടെ പാക് സൈന്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്നു. സാമ്പത്തിക സ്ഥിതി മോശമാണ്. ഇപ്പൊ ഈ 15 കോടി പാകിസ്ഥാൻ റുപ്പി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 4.7 കോടി രൂപയാണ്. പണ്ടൊക്കെ ഈ ലഷ്കർ ഇ തൊയ്ബക്കൊക്കെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും മറ്റ് ഇടങ്ങളിൽ നിന്നുമൊക്കെ യഥേഷ്ടം സംഭാവനകൾ ലഭിച്ചിരുന്നു. അതൊക്കെ വറ്റി തുടങ്ങി എന്ന് തന്നെയാണ് കരുതേണ്ടത്. കാരണം 2005 പാക് അധീന കാശ്മീരിലും പാകിസ്ഥാന്റെ ചില ഭാഗങ്ങളിലും വൻ ഭൂകമ്പം ഉണ്ടായപ്പോൾ ലഷ്കർ ഇ തൊയ്ബ ഏതാണ്ട് 1 ബില്യൺ രൂപയിലധികം പിരിച്ചിരുന്നു. അതിൽ 80% ഭീകരപ്രവർത്തനത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വിനിയോഗിച്ചത് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രളയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഇങ്ങനെ പാകിസ്ഥാൻ സർക്കാർ 4 കോടി കൊടുത്തു എന്ന് പറഞ്ഞാൽ പാക് സർക്കാർ ഒളിഞ്ഞും തെളിഞ്ഞും പ്രത്യക്ഷമായി തന്നെ ഇത്തരം സംഘടനകളെ പോഷിപ്പിക്കുന്നു. കാരണം നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ ഈ ഭീകരവാദികളുടെ കേന്ദ്രങ്ങളിൽ ഭീകരവാദികൾ കൊല്ലപ്പെട്ടു, 100ഓളം ഭീകരവാദികൾ. ഈ ഭീകരവാദികളുടെ സംസ്കാര ചടങ്ങിൽ പാക് സൈനിക ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ നാം കണ്ടു. അതൊക്കെ എന്താണ് കാണിക്കുന്നത്? പാകിസ്ഥാൻ ഇത് നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം പാകിസ്ഥാന് മേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം വേണ്ട തോതിലില്ല, പ്രത്യേകിച്ച് അമേരിക്കയുടെ. കാരണം അമേരിക്ക തന്നെ ട്രംപിന്റെ ഈ അമേരിക്ക നമ്മൾ ആദ്യ ടേമിൽ ആണല്ലോ ഹൗഡി മോഡി അതുപോലെ തന്നെ നമസ്തേ ട്രംപ് തുടങ്ങിയ പരിപാടികൾ ഉണ്ടായിരുന്നു. അന്നൊക്കെ ഉള്ള ട്രംപാണോ ഇന്നത്തെ ട്രംപ്? അപ്പോ താരിഫിന്റെ കാര്യത്തില് അപ്പോ ട്രംപ് എന്ന് പറഞ്ഞാൽ ഒട്ടും ആശ്രയിക്കാവുന്ന ഒരു വ്യക്തിയേ അല്ല. അതേസമയം അസീം മുനീറിനെ പോലുള്ള അമേരിക്കൻ മണ്ണിൽ നിന്ന് തന്നെ ഇന്ത്യക്കെതിരെ ആണവായുധ ഭീഷണി മുഴക്കിയ ഒരു രാഷ്ട്ര തലവനോട്, അതും ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ തന്നെ 1 പ്രാവശ്യമല്ല 2 പ്രാവശ്യം അവിടെ പോവുകയും സ്വീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അമേരിക്ക നേരിട്ട് ഇതിലൊന്നും ഫണ്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സഹായിക്കുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. അതേസമയം അമേരിക്കയുടെ ഒരു ഇൻഡിഫറൻസ്, കാരണം ഈ 2001 വേൾഡ് ട്രേഡ് സെന്ററും പെന്റഗണും ഒക്കെ ആക്രമിക്കപ്പെട്ടപ്പോൾ അമേരിക്ക ഭീകരവാദത്തിനെതിരെയുള്ള ആഗോള യുദ്ധം തുടങ്ങി. ഒന്നുകിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം അല്ലെങ്കിൽ ഭീകരവാദികളോടൊപ്പം എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ആ ഒരു ആഖ്യാനം മാറി. നിങ്ങളുടെ ഭീകരവാദികൾ ഞങ്ങളുടെ ഭീകരവാദികൾ എന്ന രീതിയിൽ ലോകത്തെ പല രാഷ്ട്രങ്ങളും മാറി. അപ്പം നമ്മുടെ ഭീകരവാദികളെ നമുക്ക് നേരെ തിരിയുന്ന ഭീകരവാദികളെ നമ്മൾ നേരിടുക. തീർച്ചയായിട്ടും അതായത് ഇന്ത്യ. ഓക്കെ, തീർച്ചയായിട്ടും ഷീനാസ്, ഞാൻ തിരികെ എത്താം. ശ്രീജിത്ത് പണിക്കർ, അവിടെ നിന്ന് തന്നെ തുടങ്ങണം. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷവും അയൽവാസി അടങ്ങിയിരിക്കില്ല എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇത്തവണ അമേരിക്കയുടെ ഒരു പങ്ക് കൂടി ഇതിനകത്ത് ആ ഒരു ഘട്ടത്തിലേക്ക് കൂടെ ചർച്ച ചെയ്തു വരുമ്പോൾ വൈറ്റ് ഹൗസ് തന്നെ നേരിട്ട് അസീം മുനീറിനെ വിളിപ്പിച്ചതാകാനേ തരമുള്ളൂ ഈ 2 തവണയും എന്ന് കൂടിയാണ് ഷീനാസ് അടക്കം പറഞ്ഞു. നേരത്തെ ശ്രീ ഡോക്ടർ മോഹൻ വർഗീസും പറഞ്ഞത് ഡയറക്റ്റായിട്ട് ഫണ്ടിങ് ഇല്ലെങ്കിലും അമേരിക്കയുടെ കൃത്യമായിട്ടുള്ള ഇടപെടലോ സ്വാധീനമോ ഇതിനകത്തുണ്ടാകും എന്നുള്ളതിൽ തർക്കമില്ല. ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിയുന്നില്ല. അതിൽ ഇന്ത്യ ദുർബലപ്പെട്ടു പോകുന്നു. ഈ സാഹചര്യം ഇപ്പോഴും മാറിയിട്ടില്ല. അമേരിക്ക മറുചേരിയിലാണെങ്കിൽ, പരോക്ഷമായിട്ടോ പ്രത്യക്ഷമായിട്ടോ മറുചേരിയിലാണെങ്കിൽ എന്ത് ചെയ്യും ഇന്ത്യ? സർക്കാർ അടക്കം, കേന്ദ്ര സർക്കാർ അടക്കം എന്ത് നയത്തിലേക്ക് പോകും? അപർണ, ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ഈ ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായതിനു ശേഷം അതിലൊരു സീസ് ഫയറിന് വേണ്ടിയിട്ട് അമേരിക്കയാണ് മുൻകൈ എടുത്തത് എന്ന് ഡൊണാൾഡ് ട്രംപ് നിരവധി തവണ, ഡസൻ കണക്കിന് തവണ ഇതിനോടകം തന്നെ പറഞ്ഞു. അപ്പോൾ അതിന് കാരണമായിട്ട് ഓഫർ ചെയ്തിരുന്നത് ട്രേഡ് റിലേഷൻസ് ആണ്. ബെറ്റർ ട്രേഡ് ഓപ്ഷൻസ് തരാം എന്ന രീതിയിലത്തേക്കാണ് അദ്ദേഹം ഓഫർ ചെയ്തിരുന്നത് എന്നാണ് അദ്ദേഹം തന്നെ ക്ലെയിം ചെയ്യുന്നത്.
അങ്ങനെ അദ്ദേഹത്തിന്റെ താല്പര്യത്തിന് വഴങ്ങിയിട്ടാണ് ഈ രണ്ട് രാജ്യങ്ങളും ഈ സീസ് ഫയറിലേക്ക് പോയത് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ക്ലെയിം. എന്ന് വെച്ചാൽ അമേരിക്ക വെച്ചിരിക്കുന്ന ട്രേഡ് എന്ന് പറയുന്ന ഒരു ചൂണ്ടയിൽ ഇന്ത്യ കൊത്തി എന്നാണ് അതിനർത്ഥം. പക്ഷെ അതിനുശേഷം നടന്നിരിക്കുന്ന സംഭവ വികാസങ്ങൾ നമ്മൾ നോക്കിയാൽ, അതായത് അമേരിക്ക പറയുന്നത് നമ്മൾ സ്വീകരിച്ചതിന് ശേഷമാണ് ആ വെടിനിർത്തലിലേക്ക് പോയത് എങ്കിൽ നിശ്ചയമായിട്ടും നമുക്കൊരു ബെറ്റർ ട്രേഡ് ഡീൽ കിട്ടുമായിരുന്നു. പക്ഷെ അത് ഉണ്ടായില്ല. അപ്പോൾ പെട്ടെന്ന് താരിഫ് 25% കുറേയധികം ഉൽപ്പന്നങ്ങൾക്ക് 50% അത് ഒരു റേഞ്ചിന്റെ ഭാഗമായിട്ട് ഇതിനെ അടിക്കടി ഒരു വിധത്തിലുള്ള എക്കണോമിക് ആയിട്ടുള്ള ബേസും ഇല്ലാതെ വർദ്ധിപ്പിക്കുന്നതാണ് കണ്ടത്. എന്ന് വെച്ചാൽ അമേരിക്കയുടെ അപ്രമാദിത്വത്തെ ഇന്ത്യ ചോദ്യം ചെയ്യുന്നുവെന്നും അമേരിക്കയുടെ ഒരു താല്പര്യത്തിന് വഴങ്ങിയല്ല അവിടെ ഒരു സീസ് ഫയർ ഉണ്ടായത്, അത് ഉഭയകക്ഷി തലത്തിൽ തന്നെയാണ് തീരുമാനിക്കപ്പെട്ടത് എന്നുമുള്ള ഇന്ത്യയുടെ നറേറ്റീവിനാണ് അവിടെ ശക്തി കൂടുന്നത്. അതല്ല എങ്കിൽ ട്രംപ് പറഞ്ഞതിന് ശേഷം ശരി ട്രേഡിന്റെ പേരിൽ ഇത് നിർത്തിക്കൊള്ളാമെന്ന് പറഞ്ഞാൽ പിന്നെ അനാവശ്യമായിട്ട് ട്രേഡ് താരിഫ് കൂട്ടേണ്ടുന്ന കാര്യമുണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മൾ കണ്ടത് എന്താണ്? ഇന്ത്യ അമേരിക്കയുമായിട്ട് പല കാര്യങ്ങളിലും ഡിസ്റ്റൻസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. പ്രധാനമന്ത്രിയെ അവിടെ വിളിക്കുന്ന സമയത്ത് അദ്ദേഹം അമേരിക്കയിൽ പോകുന്നില്ല, പലതവണ അദ്ദേഹത്തിനെ ഫോൺ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം റെസ്പോണ്ട് ചെയ്യുന്നില്ല, തുടങ്ങിയ കുറേയധികം കാര്യങ്ങളൊക്കെ നമ്മൾ മാധ്യമങ്ങൾ വഴി തന്നെ അറിഞ്ഞു. ആ സമയത്താണ് അമേരിക്ക നിരന്തരമായിട്ട് പാകിസ്ഥാനെ ഒരു ഗുഡ് ഹ്യൂമറിൽ നിർത്തുന്നതിന്റെ ഭാഗമായിട്ട് അവരുടെ പ്രധാനപ്പെട്ട ആൾക്കാരെയൊക്കെ അവിടെ ക്ഷണിക്കുന്നത്. അസീം മുനീർ പോലെയുള്ള ആൾക്കാരെയൊക്കെ തന്നെ 1-2 പ്രാവശ്യം വിളിച്ച് കട്ടഞ്ചായൊക്കെ കൊടുത്തിരുത്തുന്നതെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം അമേരിക്ക എടുക്കുമ്പോൾ അമേരിക്ക ഭീകരവാദത്തിനെതിരാണ് എന്ന് പണ്ട് മുതൽ, പ്രത്യേകിച്ച് 2000-ന്റെ തുടക്കം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് അവിടെ തകർക്കപ്പെട്ട മുരിക്കയിലും മറ്റുമുള്ള ലഷ്കറിന്റെ സെന്റർ റീബിൽഡ് ചെയ്യുന്നു എന്നൊരു വാർത്ത ആധികാരികമായിട്ട് ഇന്റർനാഷണൽ മീഡിയ അടക്കം പുറത്തു കൊണ്ടുവരുന്ന സമയത്ത് ചോദ്യം ചെയ്യപ്പെടുന്നത് പാകിസ്ഥാനേക്കാൾ കൂടുതലായിട്ട് ആഗോള ഭീകരവാദത്തിനെതിരായിട്ടുള്ള അമേരിക്കയുടെ നിലപാടാണ്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് പാകിസ്ഥാനല്ല. അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. അവർക്ക് ലഷ്കറുമായിട്ടുള്ള പിന്തുണയെക്കുറിച്ചും അവർ കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ടിനെ കുറിച്ചാണെങ്കിലും അവിടുത്തെ തീവ്രവാദികൾക്ക് കൊടുക്കുന്ന സേഫ് ഹൗസസിനെ കുറിച്ചാണെങ്കിലും ട്രെയിനിങ്ങിനുള്ള പിന്തുണയാണെങ്കിലും ഓപ്പറേഷണൽ പിന്തുണയാണെങ്കിലും എല്ലാം തന്നെ അവിടെ സജീവമായിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇത് അമേരിക്കയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതേസമയം തന്നെ ഇതിനെ വളരെ കൃത്യമായിട്ട് നമ്മുടെ പൊസിഷൻ ആയിരുന്നു ശരി എന്ന രീതിയിലത്തേക്ക് ലോകത്ത് ഒന്ന് റീഅഷ്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഒരു റീഎസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യക്ക് സാധിക്കും. ഒരുപക്ഷെ ഡിപ്ലോമാറ്റിക്കലായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രമിക്കേണ്ടത് അവിടെയാണ്. കാരണം ദേശസുരക്ഷയെ മുൻനിർത്തിയിട്ടാണ് നമ്മൾ ഈ മുരീദ്ക്കെ ആക്രമിക്കുന്നത്, ലഷ്കറിന്റെ കേന്ദ്രം തകർക്കുന്നത്. അപ്പോൾ അത് പാകിസ്ഥാൻ ഗവൺമെന്റിന് തന്നെ ഫണ്ടിങ്ങോടുകൂടി, അതുകൂടാതെ അവരുടെ മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആൾക്കാർ കൊടുത്തിരിക്കുന്ന പണത്തിനെ വകമാറ്റി ഇതിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ഒരു തീവ്രവാദ കേന്ദ്രം അവിടെ പണിയാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയും അത് ആസാദ് കാശ്മീർ എന്ന് അവർ വിളിക്കുന്ന നമ്മുടെ കാശ്മീരിന്റെ അവർ പറയുന്ന രീതിയിലത്തേക്കുള്ള ഒരു ലിബറേഷൻ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന തീയതിക്ക് മുമ്പായിട്ട് പൂർത്തീകരിക്കുകയും ചെയ്യും എന്ന് വെച്ചാൽ അതിനർത്ഥം നമ്മളുടെ ദേശസുരക്ഷയെ വീണ്ടും അതൊരു ഭീഷണിയായിട്ട് ബാധിക്കും എന്ന് തന്നെയാണ്. അങ്ങനെ പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ ഫണ്ടിങ്ങോടും അനുമതിയോടും കൂടിയിട്ടാണ് ഇത് നടക്കുന്നത് എന്നുള്ളത് നമ്മുടെ സുരക്ഷാ ഭീതി വർദ്ധിപ്പിക്കുന്നത് പോലെ തന്നെ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ, പ്രത്യേകിച്ച് ക്വാഡ് പോലെയുള്ള ഏജൻസികളിൽ, UN പോലെയുള്ള ബോഡികളിലൊക്കെ തന്നെ ഇന്ത്യക്ക് ഇതൊരു വളരെ സ്ട്രോങ് കേസായിട്ട് അവതരിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ശ്രീത, അതിലൊരു സംശയം. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ ശ്രമിച്ചു, നടന്നില്ല. അമേരിക്ക എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അമേരിക്ക എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതും വീണ്ടും ചോദ്യം ചിഹ്നമാണ്. അമേരിക്ക സ്വാഭാവികമായിട്ട് ഈ ആഗോളപരമായിട്ട് ഒരു തീരുമാനമെടുക്കുന്നതിൽ ഇത്രയും സ്റ്റേക്കുള്ള അമേരിക്ക ആരുടെ കൂടെയാണ് എന്നുള്ളത് പോലും അറിയാതെ നിൽക്കുന്ന സമയത്ത് എങ്ങനെ അങ്ങനെ ഒരു വേൾഡ് പെർസ്പെക്റ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ ഇന്ത്യക്ക് കഴിയും? അല്ല, അതിൽ അമേരിക്കയുടെ ഒരു റോൾ അൺചാലഞ്ച്ഡ് ആണെന്നോ അമേരിക്കയ്ക്ക് പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന അതേ രീതിയിലത്തേക്കുള്ള ഒരു സുപ്രീമസി അക്കാര്യത്തിൽ ഉണ്ട് എന്നോ ആരും തന്നെ ആത്മാർത്ഥമായിട്ട് ഇപ്പോൾ കരുതുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും വന്നതിന് ശേഷം. തന്നെയുമല്ല, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എവിടെയൊക്കെയാണോ അതുമായി ബന്ധപ്പെട്ട് ഒരു ഡിപ്ലോമാറ്റിക് മിഷൻ അയച്ചിരിക്കുന്നത്, ആരുടെയൊക്കെ താല്പര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് വരണമെന്നാണോ ഇന്ത്യ ആഗ്രഹിച്ചത്, ആ രാജ്യങ്ങളെല്ലാം പരസ്യമായിട്ട് ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട്. അത് തന്നെയുമല്ല, ഈ അടുത്തിടെ തന്നെ നമ്മൾ കണ്ടതാണ്, ചൈന ഉൾപ്പെടെയുള്ള, പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം ചേർന്നിരിക്കുന്ന ഒരു ബോഡിയാണ് ഒരു യൂണിലാറ്ററൽ ആയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുന്നത്. അതിൽ പഹൽഗാം അറ്റാക്കിനെയും അതിലുള്ള ഭീകരവാദ പ്രവർത്തനത്തിനെയും എല്ലാം തന്നെ ഏകപക്ഷീയമായിട്ട് അപലപിച്ചുകൊണ്ട് ഇന്ത്യയോടൊപ്പം തന്നെ നിൽക്കുകയായിരുന്നു. മുമ്പ് നമ്മളത് അവരെ ആവശ്യം ഉന്നയിച്ചിരുന്ന സമയത്ത് ഈ ഒരു ഏജൻസി, ഈ ഒരു ബോഡി അതിന് തയ്യാറായിരുന്നില്ല. പക്ഷെ ഇത്തവണ അതിന് തയ്യാറായി. അന്ന് ബലോചിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാകിസ്ഥാനും ചൈനയും കൂടി ശ്രമിച്ചിരുന്നുവെങ്കിൽ ഇത്തവണ അതിനെയൊന്നും തന്നെ പരിഗണിക്കാതെ പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ പഹൽഗാം അറ്റാക്കിനെ അവർ അപലപിക്കുകയാണ്. ഒപ്പം അതിൽ തീവ്രവാദത്തിനെ കൂടി അപലപിക്കുന്നു എന്ന് പറയുന്നുണ്ട്.
അപ്പോൾ അതിൽ ചൈന ഉൾപ്പെടെയുള്ള പാകിസ്ഥാൻ അതർവൈസ് പിന്തുണ നൽകുന്ന രാജ്യങ്ങളും കൂടി ഉണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഡിപ്ലോമാറ്റിക് പൊസിഷൻ കൂടുതൽ സ്ട്രോങ്ങറായി മാറിയിട്ടുണ്ട്, പ്രത്യേകിച്ച് മാറി വന്നിരിക്കുന്ന ഒരു ലോകക്രമത്തിൽ എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. അതൊന്ന്. രണ്ട്, പാകിസ്ഥാൻ ഇപ്പോഴും തീവ്രവാദത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന നിലയ്ക്ക് ഇതിനെ അന്താരാഷ്ട്ര രംഗത്ത് വീണ്ടും പ്രൊജക്ട് ചെയ്യുന്നതിനും വേണ്ടി വന്നാൽ ഇനിയും ഇങ്ങനെയുള്ള നിർമ്മാണങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ ആക്രമിച്ച് നശിപ്പിക്കുന്നതിന് നമുക്ക് ഒരു അധികാരമുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു പൊസിഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനും നമ്മൾ ശ്രമിക്കേണ്ടതാണ്. കാരണം മുരിക്കയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഈ തീവ്രവാദ കേന്ദ്രം ആർക്കെതിരെയാണ് ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത്? ഇന്ത്യക്കെതിരെ മാത്രമാണ്. അവരവിടെ നിന്ന് ട്രെയിനിങ് നടത്തിയതിനു ശേഷം ആൾക്കാരെ റിക്രൂട്ട് ചെയ്തത് ഇന്ത്യയെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കൊരു സുരക്ഷാ ഭീതി ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിനെ ന്യൂട്രലൈസ് ചെയ്തതെങ്കിൽ ആ ഫെസിലിറ്റി ഇവിടെ വീണ്ടും വരികയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അവിടെ നിന്ന് പൊട്ടൻഷ്യൽ തീവ്രവാദികൾ ഇവിടേക്ക് തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ എന്താണോ ചെയ്തിരുന്നത് ആ കാര്യം വീണ്ടും ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 20 വർഷത്തിന് മുകളിലായിട്ടുണ്ട് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ ലഷ്കർ-ഇ-തയ്ബ എന്ന സംഘടനയെ ഒരു ഭീകര സംഘടനയായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ലഷ്കറിന് സ്റ്റേറ്റ് സപ്പോർട്ടോട് കൂടിയിട്ട് ഒരു പുതിയ കേന്ദ്രം വരുന്നു എന്നത് പാകിസ്ഥാനെ കംപ്ലീറ്റ്ലി എക്സ്പോസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ തീവ്രവാദികളൊക്കെ തന്നെ കൊല്ലപ്പെട്ടതിന് ശേഷം അവരുടെ മരണാനന്തര ചടങ്ങുകളിലൊക്കെ തന്നെ പാകിസ്ഥാൻ സൈന്യത്തിന്റെയും പോലീസിന്റെയും ജനപ്രതിനിധികളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അവരുടെ എല്ലാവരുടെയും ഒരു പ്രസൻസ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇനി അതും കഴിഞ്ഞതിന് ശേഷം ആദ്യഘട്ടമായിട്ട് ഇപ്പോൾ ഇവരുടെ ഈ എസ്റ്റാബ്ലിഷ്മെന്റ് റീബിൽഡ് ചെയ്യുന്നതിന് ഇന്ത്യൻ രൂപയുടെ തുകയിലാണെങ്കിൽ ഏതാണ്ട് 4.25 കോടി രൂപ എസ്റ്റിമേറ്റ് എന്നാണ് പറയപ്പെടുന്നത്. അതിൽ ആദ്യഘട്ടമായിട്ട് 4 കോടി പാകിസ്ഥാൻ രൂപ, അതായത് ഇന്ത്യയിലെ ഏകദേശം 1.25 കോടി രൂപ അവർ കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ വാർത്ത വരുന്ന സമയത്ത് പാകിസ്ഥാൻ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇമ്മ്യൂണിറ്റി നൽകിയിരുന്നുവെങ്കിൽ അത് ഇനി അവിടെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ നമ്മുടെ രാജ്യത്തെ ജനത്തെ, നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികളെയൊക്കെ തന്നെ സംരക്ഷിക്കേണ്ടതായിട്ടുള്ള നമ്മുടെ രാജ്യത്തിന്റെ ഒരു കടമ അല്ലെങ്കിൽ ചുമതല എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ബോഡിയിലും ഡിസ്പ്യൂട്ട് ചെയ്യപ്പെടുന്നതല്ല. പാകിസ്ഥാനെതിരെ കൂടുതലായിട്ടുള്ള ഉപരോധ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപക്ഷെ UN അടക്കം ഉള്ള ബോഡികളിലെ അംഗരാജ്യങ്ങളെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാനായിട്ട് സാധിക്കും. ഇവിടെ സ്റ്റേറ്റ് സപ്പോർട്ടോടു കൂടി തന്നെയാണ് ഈ ടെററിസ്റ്റ് എസ്റ്റാബ്ലിഷ്മെന്റുകൾ വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ നിരത്തിയിരുന്ന തെളിവുകൾ വീണ്ടും നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. ഞങ്ങൾ പറഞ്ഞിരിക്കുന്നതാണ് ശരി. കാശ്മീരിനെ നശിപ്പിക്കുന്നതിനും ഇന്ത്യയെ നശിപ്പിക്കുന്നതിനുമാണ് അവരുടെ ശ്രമം എന്നിങ്ങനെയുള്ള പുതിയ ഡിപ്ലോമാറ്റിക് ആ പോയിന്റ് കറക്റ്റ് ആണ്. അതാണ് ഇനി കാണേണ്ടത്. അങ്ങനെ എക്സ്പോസ് ചെയ്യുന്നതിൽ പിന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് കൂടിയായിരിക്കും ഒരു പ്രതിപക്ഷം ഇനി ഉറ്റുനോക്കുക. അതിൻ്റെ ഒരു രാഷ്ട്രീയം കൂടിയുണ്ട്. ഞാൻ അതിലേക്ക് കൂടി വരാം. ശ്രീത്ത്, ഇപ്പോൾ പ്രതിരോധ വിദഗ്ധൻ ശ്രീ രഘുചൈതന്യൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഇന്ത്യയുടെ സൈനിക പ്രതിരോധ നീക്കങ്ങളെ ഒന്നും തള്ളിപ്പറയാൻ കഴിയില്ല. അത്രയും ശക്തമായിട്ടുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയ സ്ഥലത്ത് പക്ഷേ ഇന്ത്യയെ വെല്ലുവിളിച്ചുകൊണ്ട് അതേ ആസ്ഥാനങ്ങൾ വീണ്ടും കെട്ടിപ്പൊക്കുമ്പോൾ നമ്മൾ പ്രതിരോധ നീക്കങ്ങൾ, സംവിധാനങ്ങൾ ഇനിയും കടുപ്പിക്കണം, അല്ലെങ്കിൽ മറ്റൊരു നീക്കത്തിലേക്ക് കടക്കണം എന്നുള്ള ഒരു സൂചന കൂടി ഇതിനകത്തുണ്ട്. ഇന്ത്യയുടെ സൈനിക പ്രതിരോധം ഈ സാഹചര്യത്തിൽ അത് എത്രത്തോളം ശക്തമാണ്? ഇങ്ങനെ ഒരു ഭീഷണി വരുമ്പോൾ അത് നേരിടാൻ എത്രത്തോളം കൂടുതൽ വിപുലമായ നടപടികൾ വേണ്ടതായിട്ട് വരും ഇന്ത്യൻ സേനയ്ക്ക്? അതിന്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഒറ്റയ്ക്കാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. കാരണം ഇന്ത്യയുടെ എക്കാലവും വിശ്വസിക്കാവുന്ന ഒരു ഉറ്റ സുഹൃത്ത് എന്ന് പറയുന്നത് ഇസ്രായേലും മാത്രമേ ഉള്ളൂ. പിന്നെ പാർഷ്യലി റഷ്യയും. ബാക്കി എല്ലാ രാജ്യങ്ങളും അവർക്ക് അവരുടെ താല്പര്യങ്ങളാണ് വലുത്. വളരെ കൃത്യമായിട്ട് നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ ഒരിക്കൽ പറയുകയുണ്ടായി, വെസ്റ്റിന്റെ പ്രോബ്ലം ലോകത്തിന്റെ പ്രോബ്ലമാണ് എന്ന് അവർക്കൊരു ധാരണയുണ്ട്. എന്നാൽ ലോകത്തിന്റെ പ്രോബ്ലം വെസ്റ്റിന്റെ പ്രോബ്ലം അല്ല എന്ന് അവരത് ബോധമില്ല. അവർക്കുള്ളതെന്ന് പറഞ്ഞാൽ പ്യുവർലി ബിസിനസ് ഇൻട്രസ്റ്റ് ആണ്. പിന്നെ കാലാകാലങ്ങളായിട്ട് ഇന്ത്യയുടെ വളർച്ച കണ്ടിട്ട് അവർക്ക് സത്യം പറഞ്ഞാൽ അവർക്ക് ഭയമുണ്ട്. കാരണം അമേരിക്കയും റഷ്യയും വലിയ ശക്തികളായിട്ട്, അല്ലെങ്കിൽ യൂറോപ്പും വെസ്റ്റേൺ കൺട്രീസ് ലോകത്തിനെ ഭരിച്ചോണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഓൾ ഓഫ് എ സഡൻ ചൈന കയറി വരുന്നത്. ചൈനയുടെ ഉയർച്ച കണ്ടിട്ട് തന്നെ അവർക്കിപ്പോ ഭയമാണ്. ഇന്ത്യയുടെ പ്രോഗ്രസ് കണ്ടിട്ട് അവർക്ക് ഭയമാണ്. അതുകൊണ്ട് ഇന്ത്യയെ ഒതുക്കുക എന്നുള്ള ഒരു അജണ്ട വെസ്റ്റിനുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പൊ നമ്മുടെ സഖ്യരാഷ്ട്രങ്ങൾ എന്ന് പറയുന്ന ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങളോ ജർമ്മനിയോ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വളരെ ശക്തമാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഹ്യൂജ് മാർക്കറ്റാണ്. ഈ മാർക്കറ്റിൽ അവർക്ക് വേണ്ടത്ര സ്വാധീനം ചെലുത്തണം. അവർക്ക് ഇവിടുന്ന് പരമാവധി പൈസ ഇവിടുന്ന് കൊണ്ടുപോകണം. അതാണ് അവരുടെ താല്പര്യം. അതിനു വേണ്ടിയിട്ടാണ് അവർ നമ്മളുമായിട്ട് ചങ്ങാത്തം കൂടുന്നത്. അല്ല 100% ഇന്ത്യയോട് കൂറുണ്ട് എന്നുള്ളൊരു വസ്തുതയല്ല. അതിന് കുറെ ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ആക്ഷൻസ്. പറഞ്ഞ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ ആദ്യം പറയാം. ഇന്ത്യയുടെ ആക്ഷൻസ് ഇപ്പൊ നമ്മുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലഷ്കർ-ഇ-തോയ്ബയുടെ കംപ്ലീറ്റ് ഫെസിലിറ്റി നമ്മൾ നശിപ്പിച്ചു. 15 കോടിയാണ് അവർ എസ്റ്റിമേറ്റ് ഇട്ടിരിക്കുന്നത്. അതിൽ 4 കോടി പാകിസ്ഥാൻ ഗവൺമെന്റ് കൊടുക്കുന്നു എന്ന് പറയുന്നു.
ബാക്കി ഇനി ആർമിയുടെ ഷെയർ വരാനുണ്ട്, ISIയുടെ ഷെയർ വരാനുണ്ട്. പിന്നെ ഈ പ്രളയ ദുരിതാശ്വാസം എന്നും പറഞ്ഞുള്ള പേരിൽ അവർ കണ്ടമാനം പിരിക്കുന്നുണ്ട്. അതിന്റെ വലിയൊരു സിംഹഭാഗവും ഇതിലേക്ക് പോകും എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, പാകിസ്ഥാനെ ഇത്രയധികം ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നത് ആരൊക്കെയാണ്? ഒന്ന്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, ADB വളരെയധികം ശക്തമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. IMF സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ചൈന സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഫ്ലഡ് റിലീഫ് എന്നുള്ള പേരിലായാലും പല പേരിലായാലും ഇവർ ഫിനാൻഷ്യലി കണ്ടവാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് പാകിസ്ഥാൻ വഴി തിരിച്ച് തീവ്രവാദം വളർത്താൻ വേണ്ടി തന്നെയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഇവർ ചെയ്യുന്നത്. അപ്പൊ ഇന്ന് പാകിസ്ഥാന്റെ തീവ്രവാദം കൊണ്ട് പ്രത്യക്ഷത്തിൽ പൊറുതിമുട്ടിയിരിക്കുന്ന ഇന്ത്യ മാത്രമാണ്. വെസ്റ്റേൺ കൺട്രീസിന് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല. കാരണം മെയിനായിട്ട് ലോകത്തിന്റെ തീവ്രവാദ ഹബ്ബുകൾ എന്ന് പറയുന്ന 3 രാജ്യങ്ങളാണ്. ഒന്ന് പാകിസ്ഥാൻ തീവ്രവാദത്തിന്റെ ഏറ്റവും നല്ലൊരു നഴ്സറി തന്നെയാണ്. രണ്ടാമത് വരുന്നതാണ് ഇറാൻ കളിക്കുന്നത് ഇവിടെ പ്രോക്സിസിനെ വെച്ചിട്ടാണ്. ഹമാസും ഹിസ്ബുള്ളയും ഹൂത്തീസും എല്ലാം ഇറാൻ നേരിട്ട് യുദ്ധം ചെയ്യുന്നില്ലെങ്കിലും ഈ പ്രോക്സിസിനെ ഉപയോഗിച്ചിട്ടാണ് ഇറാൻ കളിക്കുന്നത് മുഴുവൻ. മൂന്നാമത് വരുന്നതാണ് ഖത്തർ. പല ആൾക്കാരും എന്നോട് വിയോജിച്ചേക്കാം, പക്ഷേ ഈ തീവ്രവാദികളുടെ നേതാക്കൾക്കെല്ലാം സുരക്ഷിതമായിട്ട് ഇസ്രായേലിനെ പേടിക്കാതെ താമസിക്കാൻ കൊള്ളാം എന്ന് കരുതിയിരുന്ന, അവർക്ക് അഭയം കൊടുക്കുന്ന രാഷ്ട്രമാണ് ഖത്തർ. അപ്പൊ നമുക്ക് പാകിസ്ഥാന്റെ കാര്യത്തിലേക്ക് തന്നെ വരാം. ഇത് ആദ്യമായിട്ടല്ല ഇവർക്ക് ഇങ്ങനെ ഒരു ഫണ്ടിങ് മറ്റുള്ള സ്ഥലത്തു നിന്ന് ധാരാളമായിട്ട് കിട്ടുന്നത്. ഒരു പരിധി വരെ ഇന്ത്യയും അതിന് റെസ്പോൺസിബിൾ ആണ്. അപ്പൊ ഇന്ത്യ പാകിസ്ഥാന് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ഫ്രീ ആയിട്ടല്ല കൊടുക്കുന്നത്, നമുക്ക് 10 മടങ്ങായിട്ട് തിരിച്ചു വരുന്നുണ്ട്. തീവ്രവാദികളുടെ രൂപത്തിലും ബോംബിന്റെ രൂപത്തിലും തോക്കിന്റെ രൂപത്തിലൊക്കെ വരുന്നത്. ഞാൻ ചെറിയൊരു ഹിസ്റ്ററിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ കുറച്ചു കാലത്തെ ഹിസ്റ്ററി മാത്രം എടുക്കാം, പഴയതെല്ലാം പോട്ടെ, പണ്ട് കാലത്ത് കൊടുത്ത് എന്തൊക്കെയാന്നുള്ള പോട്ടെ. 1997 നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ അന്ന് മുലായം സിംഗ് യാദവ് ആയിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, അന്നൊരു പത്രവാർത്ത വന്നിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ ഒന്നും സ്ട്രോങ് അല്ലായിരുന്ന കാലത്താണ് ആവശ്യപ്പെട്ടത്. അന്ന് ഡിഫൻസ് മിനിസ്റ്ററാണ് മുലായം സിംഗ്. അത്രയും ശക്തമായ പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തി പറഞ്ഞത് 500 കോടി രൂപ നമ്മൾ പാകിസ്ഥാന് കൊടുക്കണം. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, പാകിസ്ഥാന് കൊടുക്കണം എന്നൊരു പ്രഖ്യാപനം നടത്തി. അത് കൊടുത്തു ഇല്ലേ എന്നുള്ളതിന്റെ ഫോളോ അപ്പ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അതിനുശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അന്ന് ആ സമയത്ത് ഈ പറയുന്ന സമയത്ത് ഇന്ത്യയുടെ ഫോറക്സ് റിസർവ് എന്ന് പറയുന്നത് വെറും $29.3 ബില്യൺ ആണ് ഇന്ത്യയുടെ ഫോറക്സ് റിസർവ് ടോട്ടൽ. അതിനുശേഷം 2005 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ POK പാക് ഓക്യുപ്പൈഡ് കാശ്മീരിൽ ഒരു ഭൂകമ്പം വന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യ ചെയ്ത സഹായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2005 $15 മില്യൺ വില വരുന്ന സാധന സാമഗ്രികളാണ് ദുരിതാശ്വാസമായിട്ട് കൊടുത്തത്. ദുരിതാശ്വാസം കൊടുക്കുന്നതിൽ ഒരു കാരണവശാലും നമ്മൾ പിന്നോട്ട് മാറരുത്. പക്ഷേ ആർക്കാണ് കൊടുക്കുന്നത്? കളഞ്ഞാലും അളന്നു കളയണം എന്ന് പറയുന്നത് ആർക്കാണ് കൊടുക്കുന്നത്, അത് എന്തിനു പോകുമെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പരാജയപ്പെട്ടു. 15 മില്യന്റെ സാധന സാമഗ്രികൾ കൊടുക്കുന്നതിന് പുറമെ $25 മില്യൺ ക്യാഷും നമ്മൾ അന്ന് പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ നമ്മൾ $40 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കണക്കിൽ നോക്കുകയാണെങ്കിൽ ഒരു 325-350 കോടി രൂപ വരുന്ന സഹായമാണ് 2005 നമ്മൾ പാകിസ്ഥാന് കൊടുക്കുന്നത്. അപ്പൊ അന്ന് 2005 ഇന്ത്യയുടെ എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ അവസ്ഥയിലാണ്. ആകെ ഫോറക്സ് റിസർവ് എന്ന് പറയുന്നത് $143 ബില്യൺ മാത്രമാണ്. അവിടെ നിൽക്കട്ടെ. 2010 ഇതുപോലെ തന്നെ പാകിസ്ഥാനിൽ ഒരു ഫ്ലഡ് ഉണ്ടായി. അന്ന് ഇന്ത്യ ഇതുപോലെ തന്നെ ധാരാളമായിട്ട് പാകിസ്ഥാന് വാരിക്കൊഴി കൊടുത്തത് $25 മില്യൺ. ഇപ്പോഴത്തെ കണക്കിൽ നോക്കുകയാണെങ്കിൽ ഒരു 200 കോടി രൂപയിൽ അധികം വരും. പക്ഷെ ഇപ്പൊ നമ്മൾ വളരെ ശക്തമാണ്. 2025 വന്ന് നിൽക്കുമ്പോൾ $700 ബില്യൺ കൂടുതലാണ് നമ്മുടെ ഫോറക്സ് റിസർവ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും പാകിസ്ഥാനിൽ ഫ്ലഡ് ഉണ്ടായി. ഫ്ലഡ് റിലീഫ് വെച്ചിട്ടാണ് വരെ കളിക്കുന്നത് മുഴുവൻ. ഇന്ത്യ കാര്യമായിട്ടൊന്നും കൊടുത്തിട്ടില്ല എന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, പഴയ കാലങ്ങളിൽ പാകിസ്ഥാൻ ഇത്രയും നമ്മൾ കൈയയച്ച് സഹായം ചെയ്യുമ്പോൾ അഫ്ഗാനിസ്ഥാൻ പ്രശ്നം വളരെ രൂക്ഷമായിട്ട് വഷളായിട്ട് നിൽക്കുന്ന കാലഘട്ടത്തിൽ ഞാനും എൻ്റെ കുടുംബമായിട്ട് ഭാര്യയും ചെറിയ കുഞ്ഞുമായിട്ട് പിഞ്ചോർ ഗാർഡൻ, ഞങ്ങൾ ഗാർഡനിലൊക്കെ വൈകുന്നേരം ഒന്ന് പോകുന്ന സമയത്ത് ഭയങ്കര വഷളായിട്ട് നിൽക്കുകയാണ് ഖാലിസ്ഥാൻ പ്രശ്നം. ആ സമയത്ത് അവിടെ കുറെ പോലീസുകാരും അല്ലെങ്കിൽ ഇതുപോലെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരും ഒക്കെ ഉണ്ട് ഗവൺമെന്റിന്റെ. അവര് 303 റൈഫിളും കൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. 303 റൈഫിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി പറയാം, നമ്മുടെ NCCയിലൊക്കെ ഈ തോളത്ത് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു റൈഫിൾ. ഇതാണ് ഇവരുടെ കയ്യിലുള്ള ആയുധം. ഒരു 5-6 പോലീസുകാർ പിഞ്ചോർ ഗാർഡനിലൊക്കെ കറങ്ങി നടപ്പുണ്ട്. അങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട സ്ഥലത്തും കറങ്ങി നടപ്പുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ എയർഫോഴ്സിന്റെ ഐഡന്റിറ്റി കാർഡ് കാണിച്ചുകൊണ്ട് ഞാൻ ഈ പോലീസുകാരനോട് ചോദിച്ചു, അല്ലെങ്കിൽ അവർ സംസാരിക്കാൻ സമ്മതിക്കത്തില്ല. പോലീസുകാരനോട് ചോദിച്ചു, നിങ്ങൾ ഈ തീവ്രവാദികൾ AK-47 കൊണ്ട് വരുമ്പോൾ, അതായത് മിനിറ്റില് 100 കണക്കിന് റൗണ്ട്സ് അറ്റ് എ ടൈം ഫയർ ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള റൈഫിളും കൊണ്ട് വരുമ്പോൾ, 303 റൈഫിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം ഫയർ ചെയ്യണം,
അത് കഴിഞ്ഞത് റീകോക്ക് ചെയ്ത് റീലോഡ് ചെയ്യണം, റീലോഡ് ആകാതിരിക്കാം, എന്നിട്ട് വേണം അടുത്ത ഉണ്ട ഫയർ ചെയ്യാനായിട്ട്. അപ്പൊ ആദ്യത്തെ കൊണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇവന്റെ മേളിൽ അരിപ്പയാവുന്നുള്ള ഉറപ്പാണ്. അപ്പൊ നിങ്ങൾ ഇതുകൊണ്ട് പ്രതിരോധിക്കുന്ന എന്താണ് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റാന്ന് ചോദിച്ചപ്പം ആ പോലീസുകാരനെ സത്യം പറഞ്ഞാൽ നമ്മൾ സല്യൂട്ട് ചെയ്തു. അത്രയും മോട്ടിവേറ്റഡ് ആയിരുന്നു. സാർ, നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ് AK-47 റേഞ്ച് കുറവാണ്, ഇതിന് റേഞ്ച് കൂടുതലാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ദൂരെ വെച്ച് തന്നെ ഇവനെ തീവ്രവാദിയെ നമുക്ക് ആക്രമിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അയാളൊരു പോസിറ്റീവായിട്ട് എടുത്ത, അതൊരു സത്യമായ കാര്യമല്ല എന്നുള്ളത് അയാൾക്കും അറിയാം, നമുക്കും അറിയാം. എനിവേ, അപ്പൊ ആ ഒരു കാലഘട്ടത്തിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ 500 കോടി കൊടുക്കണമെന്ന് പറയുന്നതും അതുപോലെ തന്നെ ഇന്ത്യൻ ആർമിക്ക് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളോ അങ്ങനെയൊന്നുമില്ല. അതുപോലെ ഇന്ത്യൻ നമ്മുടെ നേവിക്കാണെങ്കിലും എയർഫോഴ്സിനാണെങ്കിലും മേജർ എക്യുപ്മെന്റ്സിന് സ്പെയർ പാർട്ട് വാങ്ങാൻ കാശില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലാണ് നമ്മൾ വാരിക്കോരി കൊടുത്ത് ശത്രുവിന് തീവ്രവാദികളെ അയക്കാൻ വേണ്ടിയിട്ടെന്നുള്ളത് കൂടെ നമ്മൾ ഓർക്കണം. നമുക്കറിയാലോ, ഇപ്പം നമ്മുടെ അന്തർവാഹിനികൾ പൊട്ടിത്തെറിച്ച് 16 നേവൽ ഉദ്യോഗസ്ഥരാണ് ഒരിക്കൽ മരിച്ചുപോയത്. അവരുടെ ബാറ്ററി ഡ്യൂപ്ലിക്കേറ്റ് ബാറ്ററി ആയിരുന്നു, നല്ല ബാറ്ററി വാങ്ങാൻ പോലും നമ്മുടെ കയ്യിൽ കാശില്ലായിരുന്നു. സബ്മറീൻ എക്സ്പ്ലോഷൻസ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഈ പറയുന്നത് ഇന്റർനാഷണൽ ഫോറം, നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞു. ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ ഇപ്പൊ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇപ്പൊ ഇസ്രായേൽ ഖത്തറിൽ ഒരു ആക്രമണം നടത്തി. വേൾഡ് കമ്മ്യൂണിറ്റി എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത്? നമ്മൾ ഇവിടെ മലയാളത്തിലെ ചാനലുകളിൽ അടക്കം ചർച്ചകളിൽ നമ്മൾ ഇസ്രായേലിനെ ഏതാണ്ട് വലിയൊരു ദ്രോഹം ചെയ്തു എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ എങ്ങനെ കൊണ്ടു നടക്കുമായിരുന്നു. അതേ സമയത്ത് നമ്മൾ കമ്പയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ അല്ലെ പാകിസ്ഥാൻ ഇവിടെ വന്നിട്ട് തുണി പൊക്കി നോക്കി 26 പേരെ ഇന്ത്യക്കാരെ കൊന്നിട്ട് പോയി കഴിഞ്ഞപ്പോൾ വേൾഡ് കമ്മ്യൂണിറ്റി എങ്ങനെ പ്രതികരിച്ചു? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു വിഷയമുണ്ടല്ലോ. അല്ല, ഇന്ത്യയുടെ പൊതുവെയുള്ള നയം എന്ന് പറയുന്നത് ഇപ്പൊ ഇസ്രായേലിലാണെങ്കിലും അവിടെയും ഇന്ത്യക്കാരുണ്ട്, ഖത്തറിൽ പ്രവാസികളുണ്ട്, മലയാളികളുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കട്ട് ആൻഡ് റൈറ്റ് ഒരു നിലപാടെടുക്കുന്നത് ആത്മഹത്യാപരമായി പോകില്ലേ? അല്ല, ഇന്ത്യ ഇപ്പൊ എടുത്ത നിലപാടെന്തായിരുന്നു? ഇപ്പൊ തന്നെ ഇപ്പൊ 2 നേഷൻ തിയറി UN 142 രാഷ്ട്രങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്തു. ഇന്ത്യ സപ്പോർട്ട് ചെയ്തതായിരുന്നു. എന്റെ ഒരു അഭിപ്രായം പറയുന്നത്, കാരണം നമ്മൾ നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റ് ആണ് നോക്കേണ്ടത്. ഇതേപോലെയുള്ള സിറ്റുവേഷനിലാണ് ഇന്ത്യയും ഇന്ന് നിൽക്കുന്നത്. ഇന്ത്യ ഒരുപക്ഷെ വോട്ടിംഗിൽ നിന്ന് വിട്ടു നിൽക്കാമായിരുന്നു. അതെന്തെങ്കിലും ആയിക്കോട്ടെ. വേറൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ 4 കോടി രൂപ എന്ന് പറഞ്ഞപ്പോ ശ്രീ പണിക്കരും അതുപോലെ തന്നെ ശ്രീ മോഹൻ വർഗീസും ഒക്കെ പറഞ്ഞു ഇന്ത്യൻ രൂപയിൽ ഏതാണ്ട് 1.25 കോടി 1.5 കോടി താഴെ വരുന്നുള്ളൂ. ശരി, സമ്മതിച്ചു. ഒരു 3-4 മാസം മുമ്പല്ലേ പാകിസ്ഥാൻ ഗവൺമെന്റ് മസൂദ് അസറിന് എത്രയാ ഓഫർ ചെയ്തത്? 14 കോടി രൂപ. എന്തിനാണെന്നറിയാമോ? ഓപ്പറേഷൻ സിന്ദൂറിൽ മസൂദ് അസറിന്റെ ഫാമിലിയിലെ 14 പേരെയാണ് നമ്മുടെ മിസൈൽ പോയിട്ട് ചാരമാക്കിയത്. അപ്പൊ അതിന് മസൂദ് അസറിന് ബ്ലഡ് മണി എന്നുള്ള രീതിയിൽ, പേരതല്ല ഇട്ടിരിക്കുന്നുണ്ടെങ്കിലും മസൂദ് അസർ എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഏറ്റവും ടോപ്പ് ഇരിക്കുന്ന മനുഷ്യനാണ്. അയാൾക്ക് 14 കോടി രൂപയാണ് കൊടുക്കുന്നത്. അതിന്റെ കൂടെ ഞാൻ ചോദിക്കട്ടെ, IMF ബെയിലൗട്ട് പാക്കേജ് ഇപ്പൊ 24 പ്രാവശ്യം IMF പാകിസ്ഥാന് ബെയിലൗട്ട് കൊടുത്തു. ഈ പൈസ എല്ലാം തീവ്രവാദത്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഇന്ത്യ പല പ്രാവശ്യം പറഞ്ഞു എന്നുള്ളത് കൂടാതെ തന്നെ ലോകരാഷ്ട്രങ്ങൾക്ക് എല്ലാം അറിയാം. ഇതേ മസൂദ് അസറിന്റെ ഫെസിലിറ്റി എന്ന് പറയുന്ന 18 ഏക്കറിൽ നിരന്നു കിടക്കുന്ന 1000-ലധികം തീവ്രവാദികളെ ഒരേ സമയത്ത് പരിശീലിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഏരിയയാണ്. അവിടെ മൾട്ടി സ്റ്റോറി ബിൽഡിങ്സും അതുപോലെ വളരെ വലിയ നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിക്ക് ഉള്ളതുപോലെയുള്ള ഫയറിംഗ് റേഞ്ചുകളും പിന്നെ സ്വിമ്മിംഗ് പൂളുകളും, കാരണം ഈ കടലിൽ കൂടെ ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ സ്വിമ്മിംഗ് അറിയണമല്ലോ, വലിയൊരു ലൈഫ് സ്റ്റോക്ക് ഫാമും അതുപോലെ ഹൈസ്പീഡ് ഇന്റർനെറ്റ് എല്ലാ ഫെസിലിറ്റിയും ഉണ്ടെങ്കിൽ പാകിസ്ഥാൻ ഗവൺമെന്റ് ഇവർക്ക് കൊടുക്കുന്ന ഒരു വർഷം, അത് റോയുടെ കണക്കാണ്, $15 മില്യൺ ആണ് ഈ മസൂദ് അസറിന്റെ ഫെസിലിറ്റിക്ക് മാത്രമായിട്ട് പാകിസ്ഥാൻ. പോയിന്റ് വ്യക്തമാണ്. ഞാൻ വരാം. ഡോക്ടർ മോഹൻ വർഗീസ്, ഈ പാകിസ്ഥാൻ ഈ തരത്തിൽ ഫണ്ടിങ് നടത്തുന്നു എന്നുള്ളത് ഇപ്പോൾ ഈ ലഷ്കർ ഇ തോയ്ബയുടെ ഈ ആസ്ഥാനം പുനർനിർമ്മിക്കുമ്പോൾ പുറത്തു വരുന്ന കാര്യമല്ല. അത് അപ്പോഴല്ല ഇന്ത്യ അറിയുന്നത്, അപ്പോഴല്ല ലോകം അറിയുന്നത്, നേരത്തെ അറിയുന്ന കാര്യമാണ്. ഓപ്പറേഷൻ സിന്ദൂറിലും ഇത് പുറത്തു വന്നതാണ്, ഒന്നും ഉണ്ടായില്ല. നേരത്തെ സീത്ത് പറഞ്ഞ പോലെ ഇത് എക്സ്പോസ് ചെയ്യാൻ ഇന്ത്യക്ക് കഴിയും ഇനി എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അങ്ങനെ ഒരു പ്രതീക്ഷ, അങ്ങനെ ഒരു പുതിയ ലോകക്രമം ഇവിടെ ഉണ്ട്, രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടി അത്രയും ശക്തമായി ശബ്ദമുയർത്തുകയോ ഒരു നിലപാടെടുക്കുകയോ ചെയ്യുന്ന രീതിയിലേക്കൊക്കെ ലോകക്രമം പോകുമെന്ന് കരുതുന്നുണ്ടോ? ആ ഒരു പ്രതീക്ഷ പാകിസ്ഥാനെ എക്സ്പോസ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഫണ്ടിങ് തിരിമറി നടത്തുക എന്നുള്ളതിൽ എന്ത് നടപടി ഉണ്ടാകും? അമേരിക്ക കൃത്യമായി ഒരു നടപടിയും എടുക്കാൻ സാധ്യതയില്ലാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ മാറി വന്ന ഒരു ലോക സാഹചര്യം തീർച്ചയായും ഭാരതം ഗൗരവമായി തന്നെ അത് പരിഗണിക്കുന്നുണ്ട്. ഭാരതം ചെയ്യാവുന്ന എല്ലാ നയതന്ത്ര ഓപ്ഷൻസും ഉപയോഗിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഇതിൽ കൂടുതൽ ഒന്നും തന്നെ ചെയ്യാനില്ല, ചെയ്യേണ്ടതുമില്ല. അങ്ങനെയെങ്കിൽ ഇവിടെ പ്രമുഖ ശക്തികൾ, അമേരിക്ക ഉൾപ്പെടെയുള്ള ചില പ്രമുഖ ശക്തികൾ
അവരുടെ സ്ഥാപിത താല്പര്യം എന്നത് പാകിസ്ഥാൻ ഇങ്ങനെ എങ്ങ് പൊയ്ക്കോട്ടെ, ഭാരതത്തിനെതിരെ കുതിര കയറാൻ വന്നാൽ കാര്യമായി മൈൻഡ് ചെയ്യണ്ട എന്ന ഒരു നിലപാടിൽ നിൽക്കുകയാണ്. അപ്പോൾ അത് മാറില്ല എന്ന ഒരു മുൻവിധിയോട് അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവോട് കൂടി തന്നെയാണ് ഇന്ത്യ പറഞ്ഞത്. തന്ത്രപരമായ ഒരു പറച്ചിലാണ് കേട്ടോ. ഓപ്പറേഷൻ സിന്ദൂർ ഈസ് നോട്ട് എ വൺ ടൈം അഫെയർ. അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഒരിക്കൽ മാത്രമുള്ള ഒരു സൈനിക നടപടിയല്ല, ഒരു ദിവസത്തേക്കോ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ 100 മണിക്കൂർ അല്ലേ, ഒരു 4 ദിവസം നടന്ന, അതായത് മെയ് മാസം 6-ാം തീയതി തുടങ്ങി 10-ാം തീയതി അവസാനിച്ച ഒരു 100 മണിക്കൂർ, ആ സമയത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഓപ്പറേഷൻ സിന്ദൂർ പിൻവലിച്ചിട്ടില്ല, ഓപ്പറേഷൻ സിന്ദൂർ തുടരും. അത് നിർത്തിവെച്ചിരിക്കുകയാണ്. അതിനർത്ഥം എന്താ? പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾ പുനഃസൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ അതിൽ സ്റ്റേറ്റ് ഫണ്ടിംഗ് ഉണ്ട്, സ്റ്റേറ്റിൻ്റെ ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്ന് കൃത്യമായ വിവരം ലഭിക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ പുനരുജ്ജീവിപ്പിക്കാൻ അല്ലെങ്കിൽ വീണ്ടും ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ 2ാം ഘട്ടം തുടരുന്നതിന് നമ്മുടെ നയപരമായ തടസ്സങ്ങളില്ല. ആർമിക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഡയറക്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആർമി, ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസ്, ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസിന് അതിനുള്ള റൈറ്റ് നൽകിയിട്ടുണ്ട്. ആ രീതിയിലാണ് രാഷ്ട്രീയ നേതൃത്വവും സൈന്യവും തമ്മിലുള്ള ഒരു ഇടപാട് പോയിരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ലോകരാഷ്ട്രങ്ങളുടെ എൻഡോഴ്സ്മെൻറ്റ് നമ്മളിനി പ്രതീക്ഷിക്കുന്നില്ല. അതിന് അവരോട് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് മാറിയ ലോക സമവാക്യങ്ങൾ. ഇപ്പോൾ ഇതാ ചൈനയാണ് പാകിസ്ഥാനെ എക്കാലത്തും സഹായിച്ചുകൊണ്ടിരുന്നത്. അമേരിക്കയേക്കാൾ കൂടുതൽ സമീപകാലത്ത് ചൈനീസ് സഹായമാണ് പാകിസ്ഥാൻ ലഭിച്ചിരുന്നത്. ജിയോ സ്ട്രാറ്റജിക്കലി ചൈനയുടെ സഹായം വളരെ പ്രധാനമാണ്. ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോർ നമ്മുടെ അറബിക്കടലിലേക്ക് എത്തുന്ന ഒരു വലിയ നെറ്റ്വർക്കാണ്, ആ കോറിഡോറാണ് റെയിൽ റോഡ്സ് ആൻഡ് നെറ്റ്വർക്ക്സ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ബലൂചിസ്ഥാനിലേക്കും എത്തുന്നു. ബലൂചിസ്ഥാൻ്റെ ധാതുക്കൾ, ലവണങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതേക്കുറിച്ച് കൃത്യമായ ഒരു വിവരം ഇവിടെ പാനലിസ്റ്റുകൾ പറയുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാൻ്റെ എണ്ണ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും ഒരു സങ്കല്പം തന്നെയാണത്. അത് കമേഴ്ഷ്യലി വയബിൾ ആണോ? അത് എണ്ണയുണ്ട് എന്ന് പറയപ്പെടുന്നു. പക്ഷേ അത് എക്സ്ട്രാക്ട് ചെയ്യുന്നതിന് വർഷങ്ങൾ വേണ്ടി വരും. അമേരിക്കൻ ടെക്നോളജി അതിനു വേണ്ടി ഉപയോഗപ്പെടുത്താം. അതൊക്കെ ഉടനടി ക്ഷിപ്രസാധ്യമായ കാര്യങ്ങളല്ല. മിനറൽസൊക്കെ എക്സ്ട്രാക്ട് ചെയ്യുന്നതും അങ്ങനെ എളുപ്പമുള്ള കാര്യമല്ല. അത് മാത്രമല്ല ചൈനീസ് അങ്ങനെ പെട്ടെന്ന് പിൻവലിയാനും സാധ്യതയില്ല. അപ്പോൾ ഇവിടെ ചൈന വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ കാര്യങ്ങളെ കാണുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ ഉള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയാനാവില്ല. മാറിയ ഒരു ജിയോ പൊളിറ്റിക്കൽ റിയാലിറ്റീസ് ഇത് മനസ്സിലാക്കുന്നുണ്ട് ഭാരതം. അതുകൊണ്ടാണ് എപ്പോഴും പടിഞ്ഞാറേക്ക് നോക്കിയിരുന്നാൽ പലപ്പോഴും അവരുടെ സ്ഥാപിത താല്പര്യങ്ങളാണ് അവിടെ മുന്നിട്ട്. അല്ല ഡോക്ടർ മോഹൻ വരിസ്, മാറിയ ലോകക്രമം എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ചൈന ഒരച്ചുതുണ്ടൊക്കെ ഉണ്ടല്ലോ. അപ്പോഴും ചൈന അറിയാതെയാണ് ഈ കാര്യങ്ങൾ എന്ന് ഒരു വ്യാഖ്യാനം അതിനകത്തില്ലല്ലോ അല്ലേ? ഇവിടെ ചൈന അറിയാതെയല്ല, ചൈനയ്ക്ക് എക്കാലത്തും അറിവുണ്ട്. ഇന്ത്യക്കെതിരെ പാകിസ്ഥാനിൽ നിന്നും കടന്നു വരുന്ന ഭീകരതയെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ട്. പക്ഷേ അതിന് ചൈന നേരിട്ട് സഹായം നൽകുന്നു. ഭീകരതയെ പ്രോത്സാഹിപ്പിക്കാൻ ചൈന നേരിട്ട് സഹായം നൽകുന്നു എന്നതിന് തെളിവൊന്നുമില്ല. അത് അമേരിക്ക നേരിട്ട് സഹായം നൽകുന്നില്ല. ഇത് പാകിസ്ഥാൻ ചെയ്യുന്നതിനെ ചൈന മുൻകാലങ്ങളിൽ കണ്ണടച്ചിരുന്നു. പക്ഷേ SCO മീറ്റിങ്ങിൽ വ്യക്തമായ ഒരു നയരേഖ അവിടെ കൊണ്ടുവന്നു. പാകിസ്ഥാൻ്റെ കൂടെ പ്രസൻസിൽ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ മീറ്റിങ്ങിൽ കഴിഞ്ഞ മാസം 31, ഈ മാസം 1-ാം തീയതി നടത്തിയ മീറ്റിങ്ങിൽ വ്യക്തമായി അതിൻ്റെ ആ ഒരു ഡ്രാഫ്റ്റ് ഡിക്ലറേഷനിൽ പഹൽഗാം ആക്രമണത്തെ അപലപിക്കുകയും അതിൻ്റെ പിന്നിലെ ശക്തികളെ പൂർണ്ണമായി അപലപിക്കുകയും ചെയ്തുകൊണ്ടുള്ള ആ ഒരു കാര്യം വന്നപ്പോൾ അവിടെ പാകിസ്ഥാനെ ഭാഗികമായിട്ടെങ്കിലും, പാകിസ്ഥാൻ്റെ തീവ്രവാദ പ്രവർത്തനങ്ങളെ ഡിസോൺ ചെയ്യുകയാണ് ചൈന. ഇതൊരു ശുഭോദർക്കമായ കാര്യമാണ്. എക്കാലത്തും അങ്ങനെ ആകണമെന്നില്ല. നാളെ അത് മറിയാം. പക്ഷേ ചൈന പാകിസ്ഥാനെ ഈ ടെറർ നെറ്റ്വർക്കിനെ ഫണ്ട് ചെയ്യും എന്ന് കരുതുന്നില്ല. അതുകൊണ്ട് ആത്യന്തികമായി ചൈനയ്ക്കും ടെറർ നെറ്റ്വർക്ക് ഒരു ത്രെട്ട് തന്നെയാണ്. കാരണം അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ടെറർ നെറ്റ്വർക്കിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായ ഒരു പ്രത്യേകത നോക്കിയാൽ അത് ചൈനയോടും ക്ലോസ് ആയിട്ടുള്ള റീജിയനിലാണ്. അമേരിക്കയിൽ നിന്ന് വളരെ അകന്ന് കിടക്കുന്ന സ്ഥലമാണ് എന്നുകൂടി ഓർക്കണം. അതുകൊണ്ടാണ് ചൈന ഫാക്ടർ ബിക്കംസ് സോ ഇമ്പോർട്ടൻറ്റ്. ഇനി വരാൻ പോകുന്ന ഒരു കാര്യം എന്താണ്? ഇന്ത്യ ഈസ് വെയിങ് ഓപ്ഷൻസ്. ഇപ്പോൾ ഇത് ഒരുപാട് കാര്യങ്ങൾ കൂടിക്കൊള്ളുകയാണ്. ട്രേഡ് നെഗോസിയേഷൻസ് അമേരിക്കയുമായി റീനെഗോഷിയേറ്റ് ചെയ്യുകയാണ് നമ്മൾ. ഇപ്പോൾ ഇന്ത്യൻ ടീം ഈസ് ഗോയിങ് ടു അമേരിക്ക. അത് ട്രേഡ് നെഗോസിയേഷൻസ് വീണ്ടും നടക്കും. ഇതിനുള്ളിൽ ഈ ഒരു വർഷം ഇനി 2-3 മാസങ്ങൾ, ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ തകൃതിയായ ചർച്ചകൾ നടക്കും. അതിൻ്റെ മറവിൽ ഫെബ്രുവരി 5 മുൻപ് 2026
ഫെബ്രുവരി 5 അത് കാശ്മീർ ഐക്യദാർഢ്യ ദിനമാണ്. പാകിസ്ഥാൻ എല്ലാ വർഷവും ഫെബ്രുവരി മാസം 5 കാശ്മീർ ഐക്യദാർഢ്യ ദിനം, അതായത് അവിഭക്ത കാശ്മീർ, അതായത് പാകിസ്ഥാന് കാശ്മീർ മുഴുവൻ തന്നെ വേണ്ട ഒരു പ്രദേശമാണ് എന്ന ഓർമ്മിപ്പിക്കൽ, നിരന്തരമായ ഓർമ്മപ്പെടുത്തലുകൾ ഒന്നുകൂടി പുതുക്കുന്ന ദിവസമാണ് ഈ പറയുന്ന ഫെബ്രുവരി മാസം 5. ആ ദിവസം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഡോസിയർ, ഇപ്പോൾ വെളിയിൽ വന്ന ഡോസിയർ അനുസരിച്ച് അന്ന് പണി പൂർത്തിയാക്കത്തക്ക രീതിയിലാണ് മൊറിറ്റ്കയിലെ ലഷ്കർ ഇ തോയ്ബയുടെ കേന്ദ്രത്തിൻ്റെ പണി പുരോഗമിക്കുന്നത്. ഇതൊക്കെ ഒരു ബെഞ്ച് മാർക്കായിട്ട് എടുക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് എന്തെങ്കിലും ചെയ്തേ മതിയാവൂ എന്ന ഘട്ടം. അല്ല എങ്കിൽ ഇന്ത്യക്കുള്ളിലെ ഇവിടുത്തെ രാഷ്ട്രീയ പ്രതിപക്ഷം ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. കാരണം എവിടെ നിങ്ങൾ ഇത്രയധികം കോലാഹലമുണ്ടാക്കി അമേരിക്കയിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും പ്രതിനിധികളെ അയച്ചു, ലോകം ഇപ്പോൾ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ കണ്ണടയ്ക്കുന്നു, ഇത് നമ്മൾക്ക് ബോധിപ്പിക്കാൻ കഴിയുന്നില്ലേ? അതുകൊണ്ടാണ് ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുന്നത് കൊണ്ട് വീണ്ടും ഒരു മിലിറ്ററി ഓപ്പറേഷൻ അല്ല, സർജിക്കൽ സ്ട്രൈക്ക് അല്ല എങ്കിൽ പോലും എന്തെങ്കിലും രീതിയിലുള്ള ഒരു നടപടിയിലേക്ക് നീങ്ങേണ്ടതുണ്ട്. അല്ല എങ്കിൽ ഈ ഇൻ്റലിജൻസ് ഇൻപുട്ട് കുറച്ചുകൂടി സിന്തസൈസ് ചെയ്യേണ്ടതുണ്ട്, കുറച്ചുകൂടി ചേൺ ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം ഏറ്റവും അപ്രോപ്രിയേറ്റ് മൊമെൻറ്റിൽ നമുക്ക് നയതന്ത്രപരമായോ അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്നില്ല എങ്കിൽ ഏകപക്ഷീയമായ സർജിക്കൽ സ്ട്രൈക്കിലേക്കോ വീണ്ടും നീങ്ങേണ്ട ഒരു സാഹചര്യം. അതിന് ഒരു പൊളിറ്റിക്സ് കൂടിയാണ്. ശ്രീ എം ഷിനാസ് കൂടി ഈ തെരഞ്ഞെടുപ്പ് സമയങ്ങളിലൊക്കെ അതിർത്തി സുരക്ഷ പ്രധാന ചർച്ചാ വിഷയമാകുകയാണ് എന്നുള്ളൊരു വിമർശനമൊക്കെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് വന്നുകൂടായികയില്ല. സ്വാഭാവികമായിട്ടും സർജിക്കൽ സ്ട്രൈക്ക് വരെ നടത്തിയ സ്ഥലത്ത് വീണ്ടും കെട്ടിപ്പൊക്കി ഉയരുമ്പോൾ ഏത് തരത്തിലാണ് ഇന്ത്യ അടുത്ത നീക്കം നടത്തുന്നത് എന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ ചോദ്യമായി ഒരു ഭാഗത്ത് നിന്ന് വരികയും ചെയ്യും. അതിനെ എങ്ങനെ കൂടിയാണ് കാണുക? ഇപ്പോൾ മുരീദ്കയിൽ ലഷ്കർ ഇ തോയ്ബ പാക് സർക്കാരിന്റെ പാക് റേഞ്ചേഴ്സ് അവരും ഉണ്ട് ഈ പണപ്പിരിവിന്. പാക് റേഞ്ചേഴ്സിന്റെ കൂടെയാണ് പോകുന്നത്. അങ്ങനെ പണപ്പിരിവ് നടത്തുന്നു, അവിടെ റീകൺസ്ട്രക്ഷൻ നടക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2026 ഫെബ്രുവരി 5 അത് തുറക്കാൻ ഉള്ള പരിപാടിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അന്നാണ് കാശ്മീർ ഐക്യദാർഢ്യ ദിനം എന്നവർ പറയുന്ന ദിനം. അപ്പൊ ഇതിനു മുമ്പൊക്കെ കഴിഞ്ഞ 2008 മുംബൈ ആക്രമണം ഉണ്ടായി, അതിനുശേഷം പുൽവാമ, പിന്നീട് പഹൽഗാം, ഒരുപാട് ആക്രമണങ്ങൾ ഉണ്ടായി. പാകിസ്ഥാൻ ഈ അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾ ആവുന്നത്ര ബോധ്യപ്പെടുത്തിയിട്ടും ഈ ഭീകരവാദ പ്രവർത്തനം തുടരുകയാണ്. അത് ഒരു സ്റ്റേറ്റ് പോളിസി തന്നെയായിട്ട് അവർ സ്വീകരിച്ചിരിക്കുകയാണ്. ഇതുപോലെ നേരത്തെ ശ്രീജിത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ ആദ്യത്തെ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പഹൽഗാം ആക്രമണം പരാമർശിക്കപ്പെട്ടില്ല, അതിനെ അപലപിച്ചില്ല. പക്ഷെ ഈയിടെ നടന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പാക് പ്രധാനമന്ത്രി അവിടെ ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ ഷാങ്ഹായ് സഹകരണ സംഘത്തിൽ അംഗമാണ്. അപ്പോൾ അവിടെ പഹൽഗാം ആക്രമണം അപലപിക്കപ്പെടുകയും തീവ്രവാദ പ്രവർത്തനങ്ങളെ വിമർശിക്കുന്ന പ്രമേയം പാസ്സാക്കപ്പെടുകയും ചെയ്തത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ശുഭോദർക്കമായ ഒരു കാര്യമാണ്. ചൈനയുമായുള്ള ബന്ധം, ചൈനയുടെ ഷീ ജിൻപിങ്ങും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആ ഘട്ടത്തിൽ പറഞ്ഞത് അതിർത്തി തർക്കങ്ങൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള മറ്റ് ബന്ധങ്ങളെ നിർവചിക്കുന്ന തരത്തിലേക്ക് മാറരുത് എന്ന ഒരു ധാരണ ആയിട്ടുണ്ട്. അതിർത്തി തർക്കം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചൈനയുമായിട്ടുള്ള തർക്കം. അപ്പോ ചൈനയുമായുള്ള ബന്ധം ഏതൊക്കെ രീതിയിൽ മെച്ചപ്പെടുത്താൻ പറ്റും എന്ന് ഇന്ത്യ ആലോചിക്കേണ്ടതാണ്. ചൈനയും അക്കാര്യത്തിൽ, ചൈനയ്ക്കും പ്രശ്നങ്ങളുണ്ട്. കാരണം പാകിസ്ഥാൻ ചൈന ഇടനാഴി, അവിടെ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. ഏതാനും ചൈനക്കാർ കൊല്ലപ്പെട്ടിരുന്നു. വലിയ മുതൽമുടക്ക് അവിടെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഇത് പുനർനിർമ്മിക്കുന്നു എന്ന വാർത്തയും അതിന്റെ തെളിവുകളും ഏതാണ്ട് പുറത്തു വന്ന സ്ഥിതിക്ക് അതിന്റെ കൂടുതൽ തെളിവുകൾ കിട്ടും. ഇത്തരത്തിലുള്ള തെളിവുകളൊക്കെ സമാഹരിച്ച് അന്താരാഷ്ട്ര സമൂഹത്തെ വീണ്ടും ബോധ്യപ്പെടുത്താനുള്ള ശ്രമം ഇന്ത്യ നടത്തേണ്ടതാണ്. കാരണം പാകിസ്ഥാൻ ഈ കലാപരിപാടിയിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. അവർ ഇത് അപങ്കുരം തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് അന്താരാഷ്ട്ര സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും
പിന്നീട് ആ ഭാഗത്ത് നിന്ന്, ആ മുരീദ്ഖയിൽ നിന്ന് തന്നെ വീണ്ടും ഒരു ഭീകര ആക്രമണം ഇന്ത്യ നേരിട്ടാൽ ഇന്ത്യൻ സർക്കാർ എന്ത് ചെയ്യുമെന്ന് ഏതാണ്ട് ഓപ്പറേഷൻ സിന്ദൂർ കാലത്ത് തന്നെ കണ്ടതാണ്. മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂർ ഒരു ഘട്ട നടപടിയായിരുന്നില്ല, അത് അവസാനിച്ചിട്ടില്ല, അത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ ആയിരിക്കും എന്ന വ്യക്തമായ സൂചന. ഓക്കെ, പക്ഷേ അത് ആ പോയിന്റ് കറക്റ്റ് ആണ് ശ്രീ എം ഷിനാസ്. ശ്രീത്ത് പണിക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂർ തുടരുകയാണ്, അത് അവസാനിച്ചിട്ടില്ല എന്ന് സർക്കാർ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഈ രണ്ട് വിഷയമാണ്. ഒന്ന്, ഇത് പുറത്ത് എക്സ്പോസ് ചെയ്യുക, അതിൽ ഇന്ത്യ എത്രത്തോളം വിജയിക്കുമെന്നുള്ളത്. രണ്ട്, ആഭ്യന്തരമായി ഉയരുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ കാലത്ത് പല ചോദ്യങ്ങളും ഇപ്പോഴല്ല ചോദിക്കേണ്ടത് എന്ന് പറഞ്ഞ പ്രതിപക്ഷത്തോട് ഇനിയും ഈ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് പറയും? തെരഞ്ഞെടുപ്പുകൾ സമയങ്ങളൊക്കെയാണ് പല സംസ്ഥാനങ്ങളിലും. സ്വാഭാവികമായിട്ട് ഈ ഏത് തരത്തിലായിരിക്കും ഇതിന് ഉത്തരം കൊടുക്കേണ്ടി വരിക എന്നൊരു ചോദ്യമുണ്ട്. ഇത്രയേറെ ചെയ്തിട്ടും വീണ്ടും തലപൊക്കുന്നല്ലോ ഭീകരവാദം എന്നുള്ളൊരു ചോദ്യം. അതാരുടെ വീഴ്ചയായിട്ടായിരിക്കും വ്യാഖ്യാനിക്കപ്പെടുക എന്നുള്ളത് രാഷ്ട്രീയ വിഷയമായിട്ട് അത് കാണാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. അല്ല, ഈ തീവ്രവാദം രണ്ടാമത് വീണ്ടും തലപൊക്കി വരിക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഭരണ സംവിധാനത്തിന്റെ പരാജയമല്ല. ഇപ്പൊ നമുക്കറിയാം, പാകിസ്ഥാനും ഇന്ത്യയും രണ്ട് രാജ്യങ്ങളായിട്ട് ഫോം ചെയ്തിട്ട് ആദ്യ വർഷം തന്നെ യുദ്ധം നടന്നതാണ്. പിന്നെ അതിനുശേഷം പിന്നീട് തുടർച്ചയായിട്ട് നമുക്കറിയാമല്ലോ, അതിൻ്റെ ഒരു ഹിസ്റ്ററി തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ 1965 യുദ്ധം ഉണ്ടാകുന്നു, പിന്നീട് 70കളിൽ യുദ്ധം ഉണ്ടാകുന്നു, പിന്നീട് അതിനുശേഷം 90കളിൽ യുദ്ധം ഉണ്ടാകുന്നു, പിന്നീട് ഈ ഒരു സമയത്തേക്കും വരുന്നു. അപ്പോൾ അതിനർത്ഥം അവിടെ ഭരിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഏതെങ്കിലും ഒരു നിലപാട് കൊണ്ട് അതിനെ ചേർത്ത് നിൽക്കാനായിട്ട് സാധിച്ചില്ല എന്നല്ല, മറിച്ച് അവരുടെ അസ്തിത്വത്തിൽ തന്നെ, അവരുടെ ഫൗണ്ടേഷനിൽ തന്നെ ഇന്ത്യയോടുള്ള വിരോധമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് നിലനിൽക്കുന്നിടത്തോളം കാലം ആ ഒരു വിരോധം വെച്ചുകൊണ്ട് തന്നെ അവർക്ക് മുന്നോട്ട് പോയേ മതിയാകുകയുള്ളൂ. കാരണം അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജം എന്ന് പറയുന്നത് ഇന്ത്യ വിരുദ്ധത എന്നുള്ളതാണ്. അതുകൊണ്ട് അത് ആളിക്കത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഭരണത്തിൽ വരുന്ന ആൾക്കാർ സാധാരണ ശ്രമിക്കാറുണ്ട്. തന്നെയുമല്ല, അവിടുത്തെ ഭരണത്തിൽ വരുന്ന ആൾക്കാർക്ക് സൈനികരുമായി അല്ലെങ്കിൽ സൈന്യവുമായി താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ അധികാരം കുറവാണ് താനും. അപ്പൊ അങ്ങനെയുള്ള വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഡെമോക്രസി ഉള്ള ഒരു രാജ്യത്ത് ഈ രീതിയിലത്തേക്കുള്ള ഇന്ത്യ വിരോധം തുടരുക എന്നുള്ളത് സ്വാഭാവികമാണ്. കാരണം പ്രത്യേകിച്ച് ഈ ഒരു വർദ്ധിത വീര്യമൊക്കെ ഉള്ള ആൾക്കാരാണ് ഈ സൈന്യത്തിൽ ജോലി ചെയ്യുക. അപ്പൊ സൈന്യത്തിന് പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അവർ പെട്ടെന്ന് മര്യാദാരാമന്മാരായിട്ട് പോകാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ കഴിയുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനെ എക്സ്പോസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതൊക്കെ പാകിസ്ഥാൻ സെൽഫ് എക്സ്പോസ് ചെയ്യുന്നതിന് തുല്യമാണ്. അതായത് സാറ്റലൈറ്റ് ഇമേജറി അടക്കം അവിടെ നടന്നിരുന്ന സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ ലോകത്തിന് മുന്നിൽ കാണിച്ചതാണ്. വീണ്ടും ഒരു സാറ്റലൈറ്റ് ഇമേജറി കുറച്ച് നാളുകൂടി കഴിഞ്ഞതിന് ശേഷം വരുമ്പോൾ ആ എസ്റ്റാബ്ലിഷ്മെന്റുകളെല്ലാം തന്നെ ഇവിടെ വീണ്ടും വന്നിട്ടുണ്ട് എന്നും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ക്രെഡിബിൾ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണെങ്കിലും പിന്നീട് നേരത്തെ പറഞ്ഞിരിക്കുന്ന ഈ പല ആൾക്കാരുടെയും ഫ്യൂണറലുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ ഔദ്യോഗിക പ്രതിനിധികൾ തന്നെ ഇവിടെ പങ്കെടുത്തിരുന്നു എന്നതിനെ എല്ലാം കൂടെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ ഒരു സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസം തന്നെയാണ് ലഷ്കർ ഇ തൈബ നടത്തുന്നത് എന്നും അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനെതിരെയാണ് എന്ന കാര്യത്തിലും ഒരു തർക്കവും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെ എക്സ്പോസ് ചെയ്യുക എന്ന് പറയുന്നത് താരതമ്യേന ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പാകിസ്ഥാൻ അവിടെ സെൽഫ് എക്സ്പോസ്ഡ് ആണ്. പിന്നെ ചൈന അല്ലെങ്കിൽ അമേരിക്ക ഇവരെ പലപ്പോഴും പാകിസ്ഥാനോട് സൈഡ് ചെയ്ത് നിൽക്കുന്നതിന്റെ താല്പര്യം ഇവർക്ക് പാകിസ്ഥാനോട് വലിയൊരു ഇൻഡിവിജ്വലിസ്റ്റിക് താല്പര്യം ഉള്ളത് കൊണ്ടല്ല, മറിച്ച് ഡിഫൻസ് ബിസിനസ് ആണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ പാകിസ്ഥാൻ നമുക്കറിയാമല്ലോ, ഈ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും പ്രത്യാക്രമണം ഉണ്ടാകുമ്പോൾ അവരുപയോഗിക്കുന്ന എക്യുപ്മെന്റ് എന്താണ് എന്നുള്ളത് ഇന്റർനാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് പ്രിഡോമിനന്റ്ലി ചൈനീസ് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ അടക്കമുള്ള ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന എക്യുപ്മെന്റ് ആണ്. എന്ന് വെച്ചാൽ ഈ രണ്ട് രാജ്യങ്ങൾക്കും അവരുടെ ഒരു ഡിഫൻസ് ട്രേഡ് നടത്തുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യമെന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. അപ്പോൾ ഒരുപക്ഷെ അവരുടെ ആ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് ചൈനയ്ക്കും അമേരിക്കയ്ക്കും പ്രധാനമായിരിക്കും. ഇനി ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വലിയൊരു ആക്രമണം ഉണ്ടാവുകയും തുടർച്ചയായിട്ട് കുറേ നാശനഷ്ടങ്ങൾ, ഇപ്പം നമുക്കറിയാമല്ലോ അവരുടെ എയർഫോഴ്സിന്റെ ബേസിൽ ഉൾപ്പെടെ വലിയ ആഘാതം അവർക്കുണ്ടായി, അവരുടെ ഡിഫൻസ് എക്യുപ്മെന്റിന് വലിയ ആഘാതമുണ്ടായി. നാളെ ഇവരുടെ എക്യുപ്മെന്റുകളെല്ലാം തന്നെ നശിപ്പിക്കപ്പെടുകയും എയറിൽ വെച്ച് തന്നെ അത് നശിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്തു എന്ന രീതിയിലത്തേക്ക് കൂടി ഇത് എസ്കലേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന ക്ഷീണം ആർക്കാണ്? അമേരിക്കയ്ക്കാണ് അല്ലെങ്കിൽ ചൈനയ്ക്കാണ്? ഒരു പക്ഷേ അമേരിക്ക ഈ കാര്യത്തിൽ മധ്യസ്ഥം വഹിച്ചു എന്നൊക്കെ പറഞ്ഞൊരു ഹേസ്റ്റ് അവരുടെ ഭാഗത്ത് നിന്നുണ്ടായി പാകിസ്ഥാനോട് അവരത് ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അവരുടെ ബിസിനസ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ കൂടി ഭാഗമായിട്ടായിരിക്കാം അത് വന്നിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ കാലത്ത് ഇതിനുള്ളിൽ കൂടി ഈ വരികൾക്കിടയിൽ കൂടി വായിക്കുന്നതിനൊക്കെ തന്നെ എല്ലാ ലോകരാജ്യങ്ങൾക്കും സാധിക്കും.
പക്ഷെ അവർ പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഷയ സംബന്ധിയായിട്ടായിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് മറ്റൊരു രാജ്യത്തിനോടുള്ള റിലേഷൻഷിപ്പ് എത്രത്തോളം ശക്തമാണോ, നമ്മളെ അവർക്ക് എത്രത്തോളം നയതന്ത്രപരമായിട്ട് ആ ചോദ്യം അത് ബാക്കി നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ഞാൻ ഒരു സമയപരിമിതി കൂടാതെ ശ്രീ രഘുചേതന, ഇപ്പോൾ ശ്രീതു പറഞ്ഞ വിഷയങ്ങളുണ്ട്. ഈ ഡിഫൻസ് ഒരു ബിസിനസ്സിൽ ചൈനയും അമേരിക്കയും ഒക്കെ ഈ തരത്തിൽ സഹായിച്ചു നിൽക്കുന്നതിനപ്പുറത്തേക്കുള്ള ഒരു താല്പര്യമല്ല പാകിസ്ഥാൻ എന്ന് പറയുമ്പോഴും ഇന്ത്യയുടെ അടുത്ത മിലിറ്ററി നീക്കം എന്താണെന്നുള്ളതാണ്. സർജിക്കൽ സ്ട്രൈക്ക് പോലുള്ള ഇന്ത്യയുടെ നീക്കങ്ങൾ ഒരു ഭീകരവാദ സംഘടനയുടെ പ്രവർത്തനങ്ങളെ തകർക്കാൻ കഴിയും, പൂർണ്ണമായി തകർക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്നുള്ളൊരു ഉത്തരം ഈ നിമിഷത്തിൽ ഉണ്ടോ? ചുരുക്കമാക്കളിൽ ഇന്ത്യക്ക് ഇപ്പൊ ചാടിക്കയറി ഇന്ത്യ ഒരു സർജിക്കൽ സ്ട്രൈക്കും കൂടെ നടത്താനായിട്ട് സാധ്യമല്ല. കാരണം നമുക്കൊരു സ്ട്രൈക്ക് ചെയ്തത് പര്യാപ്തമാണ് എന്നുള്ള ഒരു കാര്യമുണ്ടോ ഈ നിമിഷത്തിൽ? അല്ല, ഈ അന്ന് വെടിനിർത്തൽ പ്രഖ്യാപിച്ച അന്ന് തന്നെ മറ്റൊരു ചാനലിൽ ഞാൻ വളരെ ശക്തമായിട്ട് പറഞ്ഞായിരുന്നു, പാകിസ്ഥാന്റെ നട്ടല് ചവിട്ടി ഒടിച്ചു വെച്ചിരിക്കുകയാണ്, കയ്യും കാലും തലയും കൂടെ വെട്ടിക്കളഞ്ഞിട്ട് അവരെ 4 കഷ്ണമാക്കി മാറ്റണം. അന്നത് ചെയ്യേണ്ടിയിരുന്നു. 1971 യുദ്ധത്തിലെ ഇന്ത്യൻ ആർമി പാകിസ്ഥാന്റെ പകുതിയിലേറെ കടന്നു കയറി കഴിഞ്ഞപ്പോ അന്ന് വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോൾ അന്ന് ജനറൽ മനേക് ഷാ ഒരു ദിവസം കൂടി 24 മണിക്കൂറാണ് ചോദിച്ചത്, പാകിസ്ഥാനെ പൂർണ്ണമായിട്ടും കീഴടക്കി തരാം, ഇനി മേലെ അവർ തലപൊക്കില്ല എന്ന് പറഞ്ഞു. നമ്മൾ ചെയ്തില്ല. ഇവിടെ അവരുടെ നൂർഖാനിലെ ആണവ താവളങ്ങൾ മുഴുവൻ, ആണവ സ്റ്റോക്കുകൾ മുഴുവൻ നമ്മൾ നശിപ്പിച്ചു. അതുപോലെ അവരുടെ കിരാന ഹിൽസിലുള്ളത് നൂർഖാൻ എയർബേസ് മുതൽ 11 എയർബേസ് മുഴുവൻ നശിപ്പിച്ചു. ഇനി ഒരു ഏരിയൽ അറ്റാക്കിന് യാതൊരു കാരണവശാലും പാകിസ്ഥാൻ ഒട്ടും സാധ്യമല്ല എന്നുള്ള രീതിയിൽ അവരുടെ കണ്ണ് കുത്തി പൊട്ടിക്കുന്നത് പോലെ അവരുടെ റഡാർ സംവിധാനങ്ങൾ മുഴുവൻ നമ്മൾ നശിപ്പിച്ചു. ആ സമയത്ത് എന്ത് കാരണം കൊണ്ടായാലും ഞാൻ പറയുന്നു, അന്ന് വെടിനിർത്തൽ പാടില്ലായിരുന്നു. ഒരു 48 മണിക്കൂർ കൂടെ ഒരു അറ്റാക്ക് ചെയ്തിട്ട് പാകിസ്ഥാനെ 4 കഷ്ണമായിട്ട് വെട്ടിമുറിച്ചിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടി വരില്ലായിരുന്നു. നമുക്ക് ആ ഒരു നയത്തിലേക്ക് കടക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോഴും പാകിസ്ഥാനെ ശക്തമായി തിരിച്ചടിക്കുക എന്നുള്ള ഒരു പക്ഷെ അപർണ ഒരു കാര്യം പറയട്ടെ അപർണ, അതായത് നമ്മുടെ ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലിന്റെ ഒരു മീറ്റിംഗ് ജൂലൈയിലോ ഓഗസ്റ്റിലോ മറ്റോ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മുടെ ഒരു പ്രിപ്പയർനെസ് വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് 1 ലക്ഷം കോടി രൂപയുടെ പ്രപ്പോസൽസ് ആണ് അപ്രൂവ് ചെയ്തത്. എന്ന് വെച്ചാൽ നമ്മുടെ നേവിയുടേതാണെങ്കിലും എയർഫോഴ്സിന്റേതാണെങ്കിലും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിലേക്ക് ഇന്ത്യ നേരത്തെ ഒരു മുൻകൂട്ടി തന്നെ ഒരു ദീർഘവീക്ഷണം ഇന്ത്യക്കുണ്ട്. അതായത് ഇത് ഇന്ത്യ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് കൂടിയാണ്. ഏതായാലും അതിർത്തിയിൽ ആശങ്കയാണോ എന്നുള്ളൊരു ചോദ്യം നമ്മൾ പ്രേക്ഷകരോട് ചോദിക്കുമ്പോൾ 71% പ്രേക്ഷകർ അങ്ങനെ എന്ന് പറയുന്നു. ഇന്ത്യ എന്ത് തരത്തിൽ തിരിച്ചടിക്കും നയതന്ത്ര തലത്തിൽ ഒരു പരിഹാരമുണ്ടാക്കുമോ എന്നുള്ള ചോദ്യത്തിനകത്ത് ഈ പുതിയ ലോകക്രമം എങ്ങനെ സ്വാധീനിക്കും എന്നുള്ള ചോദ്യമൊക്കെയുണ്ട്. ഇനി വരും ദിവസങ്ങൾ പറയും ഇതിനുള്ള ഉത്തരം. വളരെ നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്, ശ്രീജിത്ത് പണിക്കർ, രഘു ചൈതന്യ, ഒപ്പം ശ്രീ AM ഷിനാസ്, പ്രൈം ഡിബേറ്റിനൊപ്പം ചേർന്നാൽ. നമസ്കാരം.